കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള ചില കാര്യങ്ങളിടയിൽ കൂടെ ചിന്തിക്കുകയുണ്ടായി. വലിയ സന്തോഷമുള്ളൊരു കാര്യം, പല മനുഷ്യരും അത് കേൾക്കുകയും, അതായത് അക്രൈസ്തവരായ മനുഷ്യർ പോലും പലരും കേൾക്കുകയും അത് നിമിത്തം അവർക്ക് ബൈബിളൊക്കെ വായിക്കാൻ കൂടുതൽ വാഞ്ചയും പഴയ മെസ്സേജെല്ലാം കേൾക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാനിടയായി. അതുമാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഞാൻ കൂടെ ഈ പ്രവചന പുസ്തകങ്ങളിലെ വീണ്ടും എത്രയോ പ്രാവശ്യം വായിച്ചതാണ്. ഈ യെശയ്യാ പ്രവചനം തന്നെ ഞാൻ പറഞ്ഞില്ല, വിശ്വാസിയായിരിക്കുമ്പോൾ ഒരു ദിവസം 66 അധ്യായവും വായിച്ചു തീർത്ത സമയമുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് യെശയ്യാവ് വായിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ തോന്നത്തില്ല, നോൺ സ്റ്റോപ്പ് പോലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസവും 66 പുസ്തകത്തിലെ നോട്ട്സ് എഴുതിയെടുക്കാനും ദൈവം കൃപ വന്നു. മാത്രമല്ല, ഓരോ പ്രവചന പുസ്തകം വായിക്കുമ്പോഴും പണ്ടൊക്കെ നമുക്ക് കടങ്കഥ പോലെ തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വർത്ഥമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനങ്ങൾ കൂടുതലായി ഗ്രഹിക്കുകയും റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. തന്നെ ഇങ്ങനെയുള്ള നല്ല മെസ്സേജുകൾ എത്ര പേർക്കത് പാസ് ചെയ്യാം, അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ നിങ്ങളെ അയക്കുന്ന മെസ്സേജ് ആയിരിക്കും ഒരു മനുഷ്യനെ പ്രത്യാശ ഉളവാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വരവിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു 7 വർഷം ഉപദ്രവകാലമുണ്ട്. ആ 7 വർഷത്തെ ഉപദ്രവകാലത്തിലെ 3.5 വർഷം ആദ്യം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സഭയ്ക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. സഭ ദൈവസഭ എടുക്കപ്പെടും. അതിനുശേഷം കൈവിടപ്പെടുന്ന വിശുദ്ധന്മാർ ഭൂമിയിലുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന എതിർ ക്രിസ്തുവിൻ്റെ വരവിൽ അവർ വിശുദ്ധന്മാരെ ജയിക്കും, സകലരെയും ജയിക്കുന്നവനായി തീരും. ആ 3.5 വർഷത്തിൽ അവർക്കുണ്ടാകുന്ന വലിയ ഉപദ്രവങ്ങൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരം കയ്യിൽ കുരുത്തോലയുമായി മൃഗത്തിൻ്റെ നമ്പറിനെ ജയിച്ച് മോശയുടെ പാട്ടുമൊക്കെ പാടി 7-ലും 15-ലും കാണുന്ന രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളെ ചേർക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്ന 10 കന്യമാരിൽ 5 കന്യമാർ ബുദ്ധിയുള്ളവർ. അതിനുശേഷം അടുത്തത് യഹൂദൻ്റെ ഉപദ്രവകാലം തുടങ്ങുന്ന നമുക്കറിയാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് ആ ചെറിയ കൊമ്പെന്ന് പറയുന്ന എതിർ ക്രിസ്തു, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ ബൈബിൾ നമ്മൾ നോക്കിയാൽ അസീറിയ സാമ്രാജ്യത്തിൽ നിന്ന് കഴിഞ്ഞുപോയ അസീറിയ സാമ്രാജ്യത്തെ വീണ്ടും ശക്തിപ്പെടും. അതായത് സിറിയയിൽ നിന്നായിരിക്കും, അതിനോട് ബന്ധപ്പെട്ടായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ വരവെന്നാണ്. കാരണം യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ 10-ാം അധ്യായം 7-ാം അധ്യായത്തിലും പല സ്ഥലത്തിലും അശൂർ രാജാവിനെ ന്യായം വിധിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അശൂറിനെ ന്യായം വിധിക്കും എന്ന് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ അവസാനം ഈ എതിർ ക്രിസ്തുവിനെ എന്ത് ചെയ്യും? തൻ്റെ വായിൽ ശ്വാസത്താൽ, തൻ്റേതല്ലാത്ത വാളിനാൽ, പുരുഷൻ്റേതല്ലാത്ത വാളിനാൽ വീഴുമെന്ന് അത് 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ കാലത്തിൽ യഹൂദന് വലിയ പീഡനമുണ്ടാകും. കാരണം ഞാനിന്നാൾ പറഞ്ഞില്ല, ഈ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തിലുണ്ടാകുന്ന ആ യുദ്ധത്തോട് ചേർന്നുള്ളതായ സമയങ്ങളിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിലും പെട്ടെന്നൊരു നിയമം പാസ്സാക്കും, ഒരു നേതാവ് വരും, അവൻ മുൻപോട്ട് വന്നിട്ട് ഉപായബുദ്ധിയും നയബുദ്ധിയോടുകൂടി ഇസ്ലാമിനെ എല്ലാം വശത്താക്കി ഒരു ഭരണം ചെയ്യാൻ ആരംഭിക്കും. പക്ഷെ എല്ലാ രാജ്യങ്ങളും അവനോട് യോജിക്കുന്നില്ലെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഇസ്രായേലിൻ്റെ ആലയം പൂർത്തീകരിക്കുന്ന സമയത്തിൽ തൻ്റെ വിഗ്രഹത്തെ കൊണ്ട് അവിടെ വയ്ക്കും. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മത്തായിയുടെ സുവിശേഷം 24-15 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. വായിച്ചേ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ 2 തെസ്സലോനിക്കർ 2:4 വായിച്ചേ. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന. അപ്പോൾ ഈ ആലയത്തിൽ അവൻ പണിതുന്ന ആലയമാണ്. ആ സമയത്തിൽ ഇവൻ്റെ കെയർ ഓഫിൽ ഇസ്ലാമിനെയും യഹൂദിനെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരും. ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞുള്ളതായ അതുപോലെ ഇവനൊരു നിയമം കൊണ്ട് ഇവരെല്ലാം ഒന്നിപ്പിക്കും. അപ്പോൾ പിന്നെ ശത്രുത മാറി ഇവൻ്റെ ആലയം പണിത് കൊടുക്കും. മാത്രമല്ല, രണ്ടാമത് യഹൂദനോട് പറയും, നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ യഹൂദന്മാരെയും തിരിച്ചു കൊണ്ടുവരണം.
ഇവിടെ ഒന്ന് താമസിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇവരായിരിക്കും മെസ്സിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അംഗീകരിക്കും. അപ്പോൾ ആലയമെല്ലാം പണിയും. ആലയം പണിത് കഴിഞ്ഞ് പൂജാവിഗ്രഹങ്ങളെ കൊണ്ട് വയ്ക്കും. അവൻ ആദ്യം എന്ത് ചെയ്യും? താൻ ആ സ്ഥലത്ത് കയറിയിരിക്കും, അതിപരിശുദ്ധ സ്ഥലത്തിൽ. പണ്ട് നിയമപ്പെട്ടകം ഇരുന്ന് യഹോവയുടെ ഷെഖേന ഇറങ്ങിയ സ്ഥലത്തിൽ, ആ വിശുദ്ധ സ്ഥലത്തിൽ എതിർ ക്രിസ്തു അവിടെ ഇരിക്കും. രണ്ടാമത് എന്ത് ചെയ്യും? അവനവിടെ തന്നെ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നീട് അവൻ്റെ പ്രതിമ വയ്ക്കും. അതെവിടെ എഴുതിയിരിക്കുന്നത്? ദാനിയേലിൻ്റെ പുസ്തകം വായിക്കാം, 13-ാം അധ്യായത്തിലാണല്ലോ. വെളിപ്പാട് ദിവസം 13-15 വായിക്കുമ്പോഴേ അവൻ്റെ വിഗ്രഹത്തെ കൊണ്ടുപോയി അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും. ആലയത്തിൽ കൊണ്ടുപോയി അവൻ്റെ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കും. വായിക്കാം 13-15 അല്ലേ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ നെറ്റിലൊക്കെ കാണുന്നുണ്ടല്ലോ റോബോട്ടുകൾ അല്ലേ. ഒറിജിനൽ ഡാൻസ് കളിക്കുന്ന മെയ്വഴക്കമുള്ള റോബോട്ടുകളെ അവർ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ തൻ്റെ ആത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഇവൻ ആലയത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പം മൃഗത്തിന് പകരം അതേ ഷേപ്പിലുള്ള റോബോട്ടുകൾ, ആ റോബോട്ടുകളായിരിക്കും പഞ്ചായത്ത് സ്ഥലം തുടങ്ങി അന്നത്തെ ആ സിസ്റ്റത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ നമ്പർ ഇന്നിപ്പോൾ നമുക്കറിയാം, വേൾഡ് ട്രേഡിംഗ് സെൻറ്റർ ഇറാഖിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള വ്യാപാര ശൃംഖലകൾ, വ്യാപാരികൾ ശക്തിപ്പെട്ടിരിക്കുന്ന കാലമാണ്. വ്യാപാര ഭവനം, വ്യാപാര ശൃംഖലകളൊക്കെ അത് ഇറാഖിൽ കൊണ്ട് സ്ഥാപിക്കും. അങ്ങനെ ബാബിലോൺ ദേശത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഇറാഖിൽ ഇത് പണിയപ്പെടും. എന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് ഇന്നത്തെ വിഴിഞ്ഞം പോർട്ടും ഒക്കെ വന്നിരിക്കുന്നതിൻ്റെ കാരണം. പാർവരി പാത കേരളത്തിൽ വരാൻ കാരണം എന്താ? ഈ ബിസിനസ് ശൃംഖലകൾ. അതായത് ഈ ഇറാഖ്, ഇവിടുന്ന് എല്ലാ രാജ്യങ്ങളും ഇറാഖിലേക്ക് ചെല്ലണം. ഓൾ ദ റോഡ്സ് ആർ ലീഡ്സ് ടു റോം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇറാഖിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അവിടെയാണ് ഈ ബാബിലോണിയൻ, വെളിപ്പാട് ദിവസം 17-18 വായിക്കുന്ന ബാബിലോൺ നഗരം പണിയപ്പെടും. അത് പെട്ടെന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അവിടെ നിന്നാണ് സകല ലോകത്തെ നിയന്ത്രിക്കുന്ന വേൾഡ് മാർക്കറ്റിംഗ് സെൻറ്റർ. അപ്പോൾ അതിന് വരാൻ പോവുകയാണ്. ആ സമയത്തിൽ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കണമെങ്കിൽ മുദ്രയാക്കണം. അത് ഒഴിച്ചോണം. കാരണം മരണഭയം വളർന്ന് കോവിഡ് കാലത്ത് നമ്മൾ മെഡിസിൻ എടുത്തില്ലേ അല്ലേ, അതിനേക്കാൾ ശക്തമായിരിക്കും. അപ്പോൾ വിശ്വാസം ശരിക്കുള്ള മനുഷ്യർക്ക് മാത്രമേ, മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ ഇതിനെല്ലാം ജയിക്കാൻ ഒക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ കാലത്ത് വിശ്വാസം വർദ്ധിപ്പിച്ചോണം. നമ്മൾ ഇത്രയും സത്യങ്ങളല്ലേ, അതിനുവേണ്ടി ഒരു ദിവസം മരിച്ചാലെന്താ? ആ സത്യത്തിന് വേണ്ടി നമ്മളെ കൊന്നാലും സാരമില്ല. കൈവിടപ്പെടുന്ന ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. സഭ മഹോദരവത്തിൽ കൂടെ പോവില്ല, ഉപദ്രവത്തിൽ കൂടെ പോകത്തില്ല. കാരണം സഭ എടുക്കപ്പെടും. സഭ പോകുന്ന ആരും പറയരുത്. സഭയുടെ ശേഷിപ്പാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ കാണുമ്പോൾ സ്ത്രീയുടെ സന്തതി, ആ സന്തതി എന്ന് പറയുന്നത് സന്തതിയുടെ ശേഷിപ്പ്, അത് യഹൂദനല്ല. മറ്റു പെന്തക്കോസ്തുകാർക്ക് അവരതിനെ യഹൂദന്മാരാൽ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. ഓരോരുത്തരും തോന്നിയ പോലൊക്കെ വ്യാഖ്യാനം. അങ്ങനല്ല. വായിച്ച് 12-ാം അധ്യായത്തിൻ്റെ താഴെ വായിക്കില്ല, 14 വായിക്കുന്നുണ്ട്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷി ഉള്ളവരുമായി. കൂട്ടരുണ്ട്, ശ്രദ്ധിക്കുക, 3 കൂട്ടരുണ്ട് അവിടെ. വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് ചിലരൊക്കെ സംശയങ്ങൾ വീണ്ടും എന്നോട് ചോദിച്ചു. ചില സംശയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആഴ്ച ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പീറ്റേഷൻ നല്ലതല്ലെങ്കിലും നിങ്ങൾക്കറിയാലോ, ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. ഒരുപാട്. കഴിഞ്ഞ നമുക്കറിയാം ഏദൻ തോട്ടത്തിനെയും ഇറാഖിനെയും ഇസ്രായേലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മളിടുമ്പോൾ ആ ആഴ്ചയിൽ 5000 പേരാണ് കേട്ടത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാമെങ്കിൽ അത് 13,000 പേര് ഈ കഴിഞ്ഞ ദിവസം കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ഇതൊരു സത്യമായ കാര്യം, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കൊടുക്കുന്നതിനകത്തൊരു ഒറിജിനാലിറ്റി ഉണ്ട് എന്നൊരു ബോധ്യം പലർക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും പറയാൻ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഉള്ള സത്യങ്ങൾ വീണ്ടും അറിയിച്ചു കഴിഞ്ഞാൽ ഗ്രഹിക്കേണ്ടവർ ഗ്രഹിക്കാം. ഞാൻ വായിച്ചു വീണ്ടും. അപ്പോൾ 12-ാം അധ്യായത്തിൽ ഇത് പുതിയ നിയമസഭയാണ്, യഹൂദനല്ല, ഇസ്രായേൽ അല്ലത്. നമ്മൾ എത്രയോ തെളിവുകളുണ്ട്. അത് പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇപ്പോൾ 1-2 പോയിന്റ് മാത്രം പറയാം. 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. വായിച്ച്. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ടുള്ള മേയ്പ്പാനുള്ള ആൺകുട്ടിയെ. അപ്പോൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടി എന്ന് പറഞ്ഞ സഭയാണ്.
അപ്പോൾ ഈ സഭയാണ് 1000 വർഷ ഭരണത്തിൽ ഭൂമിയെ ക്രിസ്തുവിനോട് ഭരിക്കാൻ വരുന്നവർ. വെളിപ്പാട് 19 അധ്യായത്തിൽ കാണുന്ന വെള്ള കുതിരപ്പുറത്ത് വരുന്ന വിശുദ്ധന്മാർ, വിശ്വസ്തരായ സഭ, അവർ ഈ ഭൂമിയെ ഭരിക്കും. നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ അതാണ്. അപ്പം സ്ത്രീ ഏതാ? സ്ത്രീയാണ് ആഗോള അടിസ്ഥാനത്തിലുള്ള പെന്തിക്കോസ് സമൂഹമാണ്. TPA മാത്രമല്ല, IPC മാത്രമല്ല, ചർച്ച കോഡല്ല, എല്ലാ പെന്തിക്കോസ് സമൂഹങ്ങളും ഈ സ്ത്രീയിൽ ഉൾപ്പെടും. അങ്ങനെ തന്നെ എടുത്തു, നമ്മളൊരു ഇതിലേക്ക് ചുരുക്കണ്ട. അപ്പോൾ ആ സ്ത്രീ എന്തു ചെയ്യും നോക്കണം. അപ്പോൾ അതിൽ നിന്നൊരു കൂട്ടം വിശുദ്ധന്മാരെടുക്കപ്പെടും. അതാണ് ആൺകുട്ടി. ആൺകുട്ടി എവിടേക്കാണ് പോകുന്നത്? സിംഹാസനത്തിലേക്കാണ്. ശ്രദ്ധിച്ചോണം. അതാണ് വെളിപ്പാട് 3:21 വായിച്ച്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ ഇത് സഭയോട് പറയുന്ന കാര്യമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പോൾ വെളിപ്പാട് 2-3 അധ്യായം നമ്മൾ കാണുമ്പോൾ അത് സഭയോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതോടെ സഭയുടെ ദൂത് കഴിഞ്ഞു. പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന സംഭവങ്ങൾ 2 വ്യൂവിലാണ്. ഒന്ന് യഹൂദൻ്റെ വ്യൂവിൽ, ഒന്ന് സഭയുടെ വ്യൂവിൽ. അത് പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരേ വാക്യം സഭയ്ക്കുമുണ്ട്, യഹൂദനുമുണ്ട്. ഇത് ഗ്രഹിച്ച് പഠിപ്പിക്കുന്നവർക്കാണ് മനസ്സിലാവും. അല്ലാത്തൊരു ചെയ്യും യഹൂദൻ്റെ ഏതാ സഭയുടെ ഏതാണെന്ന് അറിയാവുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഒരു വാക്യം ഇപ്പോൾ യെശയ്യാ 60:8 വാക്യത്തിൽ വായിക്കുമ്പോൾ, പ്രാക്കളെ പോലെയും മേഘം പോലെയും വായിച്ചേ, മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേൽ. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിൽ പ്രാക്കളെ പോലെയും പറന്നു വരുന്ന ഇവർ. യഹൂദനെ നമുക്കറിയാം. അവർക്ക് വാഗ്ദത്തദേശം കിട്ടിയ സമയത്തിൽ ഇവർ പല സ്ഥലത്തു നിന്ന് പ്ലെയിനിൽ വരുന്നത് നമുക്കതിനോട് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ആത്മീയർത്ഥം എന്താ? മേഘം പോലെയും പ്രാക്കളെ പോലെയും. മേഘം അതേ കാണിക്കുന്നു. യെശയ്യാ 45 നമ്മൾ വായിക്കുമ്പോൾ, മേഘങ്ങൾ നീതിയെ വർഷിപ്പിക്കട്ടെ. പിന്നീട് പ്രാക്കൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കര്. ഇത് സഭയെ വെളിപ്പെടുത്തുന്നൊരു കാര്യമാണ്. വായിച്ച്, ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ. രക്ഷ വിളയേണ്ടതിന് ഭൂമി. അപ്പം മേഘങ്ങൾ നീതിയെ വർഷം. എപ്പോഴാണ് നീതി വന്നേ? മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്മഴയുടെ കാലത്ത് മഴയുടെ ദൈവത്തോട് അപേക്ഷിപ്പും ദൈവം മിന്നൽ പിണറുകളെ ഉപയോഗിക്കും. മേഘങ്ങൾ കുടച്ച് അതിനെ മഴ പെയ്യും. അത് 2 മഴയുണ്ട്. ഒന്ന് മുൻമഴയും പിന്മഴയും. ഒന്ന് കാർമേഘത്തിൽ നിന്ന് വരുന്നതായ മഴ, മറ്റത് വെൺമേഘം. കർത്താവായ യേശു വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ വെള്ളമേഘത്തിൽ അവൻ വെളിപ്പെട്ടു, സ്വർഗത്തിൽ നിന്ന് ഒരു വെൺമേഘത്തിൽ വെളിപ്പെട്ടു. യേശു രൂപാന്തരപ്പെടുമ്പോൾ അപ്പോൾ അതേ കാണിക്കുന്നത് വിശുദ്ധിയെ കാണിക്കുകയാണ്, നീതിയും വിശുദ്ധിയും. അപ്പോൾ 60:8 വായിക്കുമ്പോൾ സഭ എങ്ങനെയുള്ള സഭയാണ്? ഏത് പേരിലെങ്കിലും അറിയിച്ചു. പക്ഷേ എടുക്കപ്പെടുന്ന വിശ്വാസികൾ, വേലക്കാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും, അതിന് ഡിനോമിനേഷൻ ഒന്നുമില്ല കേട്ടോ. ആ വിശ്വാസികളുടെ യോഗ്യത അല്ലെങ്കിൽ വേലക്കാരുടെ യോഗ്യത എന്ന് പറയുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. എഫേസ്യ ലേഖനം 1:4 വായിക്കും, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. അതുമാത്രമല്ല, ആ മേഘങ്ങൾ ദൈവനീതിയെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ നീതികളൊക്കെയും കറപുരണ്ട തുണി. അപ്പോൾ ദൈവനീതിയിലാണ് മനുഷ്യൻ വളരേണ്ടത്. ആരാ നീതി? യേശു ക്രിസ്തു നമ്മുടെ നീതി. സദൃശവാക്യത്തിൽ പറയും, നീതി ജാതിയെ ഉയർത്തും. അപ്പോൾ ഈ നീതിയാണ് ജാതികളായി നമ്മെ ഉയർത്തി എവിടെ കൊണ്ടുപോകുന്നത്? സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. എഫേസ്യ ലേഖനം 2:7 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നമ്മെ ഉയർപ്പിച്ച് സ്വർഗ്ഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. 2:7 വായിച്ചേ. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും. എങ്ങനെ ഉയർപ്പിച്ചു? പാപികളായി നമ്മെ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി രക്ഷയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പാപങ്ങൾ മോചിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതോട് കഴിയപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നാം സ്വർഗ്ഗസ്ഥലം. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീ സ്വർഗ്ഗസ്ഥലത്തിൽ കാണപ്പെടുന്നു. അതിനെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ സൂര്യനെയാണ് അണിഞ്ഞിരിക്കുന്നത്. സൂര്യൻ ആരാ? നീതിയൻ സൂര്യൻ, തൻ്റെ രോഗോപശാന്തിയോടുകൂടി. അപ്പോൾ സൺ ഓഫ് റൈച്ചസ്നസ് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് ധരിക്കേണ്ടത്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനപ്പെടുമ്പോൾ ഗലാത്യർ 3:27 വായിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മീൻസ് ക്രിസ്തുവിൻ്റെ നീതിയെ. ഇനി നമ്മുടെ നീതിയല്ല. എങ്ങനെ നീതി? വിശ്വാസത്താൽ, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചു പോവുകയാണ്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ചെയ്യുവാൻ വെച്ചാൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നീതി, വിശുദ്ധി, മേഘം പോലെയും പ്രാക്കളെ പോലെയും. ഒരു വാക്യോട് പറയാം, 100 വാക്യം തരാം, 100 വാക്യങ്ങൾ തരാം ഇതിനെപ്പറ്റി. പക്ഷേ ഇപ്പോൾ സമയമില്ലല്ലോ. ഒരു വാക്യോട് തരാം. എഫേസ്യ ലേഖനം 4:22 വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ഫലമായി നീതിയിലും. വായിച്ചേ, ആ മുഴുവൻ വാക്യം വായിച്ച്. 4:22. സത്യത്തിന്റെ ഫലമായ ഇല്ല, താഴെ കൂടെ ചേർത്ത് വായിക്കും.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് നോക്കുക, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ നീതിയിലും വിശുദ്ധി, അതാണ് മേഘം പോലെയും. അപ്പോൾ ഈ രണ്ട് വാക്യം യഹൂദനും സഭയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ വേദപുസ്തകത്തിലെ എല്ലാ ചില കാര്യങ്ങളും പ്രവചന വാക്യങ്ങളെല്ലാം തന്നെ സഭയ്ക്കും പിന്നെ യഹൂദനും പക്ഷെ തിരിച്ചുപടി. അതാണ് കർത്താവ് പറഞ്ഞു, വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രി പഴയതിൽ നിന്നും പുതിയതും. ഉത്തമത്തിൽ വായിക്കുമ്പോൾ പ്രിയ നീ പഴയതും പുതിയതും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വേർതിരിച്ചെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മ, ഇത് ബൈബിൾ കോളേജ് കൊണ്ട് ഒക്കത്തില്ല, ബൈബിൾ കോളേജിൽ അറിവുകൊണ്ട് ഇത് തിരിക്കാൻ ഒക്കത്തില്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് നമുക്കിത് വ്യാഖ്യാനിക്കാൻ ഒക്കത്തുള്ളൂ. അതാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ആർക്കാ? ശിശുക്കൾക്കും. ആരാ ശിശു? പിള്ളേരാണോ? അല്ലല്ലോ. ശിശു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് സിയോനിൽ വസിക്കുന്ന ശിശുക്കളെ പോലെ താഴ്മയുള്ള മനുഷ്യർക്ക്, ദൈവസനെ താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത്. അവർക്കാണ് ഇതിനെ, അല്ലാതെ പാസ്സായതുകൊണ്ടോ മൂപ്പനായതുകൊണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നൊന്നും അതൊന്നും വിഷയമല്ല. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. അപ്പോൾ താഴ്മയാണ് ശിശുവിനെ പോലെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇതാണ് വിവേകികൾക്കും ജ്ഞാനികൾക്കും. ഞാൻ വലിയ വിവേകിയാണ്, പഠിച്ചവനാണ്, എനിക്കെല്ലാം അറിയാം, ഡിഗ്രി ഉണ്ട്, മറ്റുകൊണ്ട് മറിച്ചുകൊണ്ട് സമുദായ ശ്രേഷ്ഠനാണ്, കുടുംബപ്പടി, ഇതൊക്കെ പറഞ്ഞാലൊന്നും ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന് മുമ്പ് വല്ലതും ഉണ്ടോ? എനിക്ക് 100 ഏക്കർ സ്ഥലമുണ്ട്, ഇല്ലയോ? 100 ഏക്കർ സ്ഥലമുണ്ട്, ഈ അകലാണ്ടത്ത് തിട്ടിച്ച് ദൈവത്തിന് മുമ്പിൽ 100 അത്രയുണ്ട്. ഇനി ആരുടേതാണ് ഇത്? അപ്പോൾ അതുകൊണ്ട് ശിശുക്കളെ പോലെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവർക്ക് ദൈവത്തിനെ താഴ്ത്തോറും നമുക്കിത് കിട്ടും. ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നതാണ്. ശിഷ്യന്മാരെ പോലെ പഠിക്കാൻ കൃപ ലഭിക്കണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും. ഇതുപോലെ യെശയ്യാവിലൊരു വാക്യമുണ്ട്, ഇത് പോയി പരിശോധിക്കുക, നീ വേദപുസ്തകം രണ്ടിലും ഇണയുണ്ടെന്നാണ്. എൻ്റെ വചനത്തിൽ ഇണയില്ലാതിരിക്കുകയില്ല. ഇണയെന്ന് പറഞ്ഞാൽ രണ്ടല്ലേ? ആ വാക്യം ഓർക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 50 ഒരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇണയില്ലാതിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം യഹൂദന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടി സൈമൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ നിഴലും പൊരുളും ഒരുപോലെ വെച്ചിരിക്കുകയാണ് ഈ വേദപുസ്തകത്തിൽ. ഇത് തിരിച്ചറിയുമ്പോഴാണ്, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കേട്ടും പഠിച്ചുണ്ടാകുന്നില്ല. വായിക്കാം കേട്ടോ. യെശയ്യാവിന്റെ 34 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം. അല്ലാതെ മനുഷ്യൻ എഴുതി വെച്ച സിലബസ് അല്ലത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം. അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കുകയുമില്ല. ഈ അന്വേഷിക്കുന്ന എല്ലാം ഇതിനകത്തുണ്ടെന്നാ പറയുന്നത്. മനുഷ്യൻ എന്തെല്ലാം വേണമോ, എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ ഈ വേദപുസ്തകത്തിലുണ്ട്. ഇനി അത് ഇണയില്ലാതിരിക്കുകയില്ല, കാരണം ഒന്നിനോടൊന്ന് ഇണച്ചിരിക്കുകയാണ്. ഒന്ന് യഹൂദനും ഒന്ന് സഭയ്ക്കും. അതാണ് ഞാനിപ്പോൾ അതിൻ്റെ പിന്നീട് നമുക്കതിനെപ്പറ്റി കൂടുതലൊക്കെ ചിന്തിക്കാം, ദൈവം അനുവദിച്ചാൽ. അപ്പോൾ ഇതാണ് എൻ്റെ വിഷയം. അപ്പോൾ ആരും വ്യാഖ്യാനിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, പാസ്റ്ററെ താനൊരു പ്രസംഗം കേട്ടു, 24 മൂപ്പന്മാർ കസേരകളിലിരിക്കുന്ന മൂപ്പന്മാർ സഭയാണെന്ന് ഒരു പാസ്റ്റർ വ്യാഖ്യാനിച്ചത് കേട്ട് ശരിയാണെന്ന് ചോദിച്ചു. അത് സഭയല്ല. അതെങ്ങനെ സഭയാകുന്നേ? സഭ 24 ഇല്ലല്ലോ. എൻ്റെ കാന്ത മണവാട്ടി ഒരുത്തിയാണ്. അപ്പോൾ ഒരുത്തിയായ മണവാട്ടി 24 എങ്ങനെ ആകുന്നേ? പുതിയ നിയമസഭ ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ കാന്തയും മണവാട്ടി. അത് 24 മൂപ്പന്മാർ പുതിയ നിയമസഭയാണെന്ന് വ്യാഖ്യാനിച്ച് ഒരു അച്ചായം വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല. അത് 24 എന്ന് പറയുന്നത് അത് വേറെയാണ്. അത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും 4-ലും 5-ലുണ്ടല്ലോ. 4-ാം തോന്നല്ലേ, സ്വർഗ്ഗസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നതായ ക്രമീകരണങ്ങൾ, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 24 മൂപ്പന്മാരെന്ന് പറയുന്നത് സഭയല്ല, സഭ ഒരുത്തി മാത്രം. ഇനി രണ്ടാമത് മണവാളൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള മണവാട്ടിയും. എവിടെ മണവാളൻ? സിംഹാസനത്തിൽ. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ. അപ്പോൾ സഭ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നത് അത് പിന്നെ സഭയ്ക്ക് കുറ്റമല്ല. ആ 24 മൂപ്പന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ അത് മനസാക്ഷിൻ കാലത്തിലെ വിശുദ്ധന്മാരാണ്. കാരണം വെള്ളയെടുപ്പുള്ള അതൊരു നീതി. അവർ കൃപ ലഭിച്ചതാണ്. അവർ കൃപ ലഭിച്ചതുകൊണ്ട് ഒരു കിരീടമുണ്ട്. കിരീടം എന്താ? വിശ്വാസത്തിൻ്റെ കിരീടമാണ്. പല കിരീടങ്ങളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന് സഭയ്ക്കും പല കിരീടങ്ങളുണ്ട്. ഏതൊക്കെ? ജീവകിരീടമുണ്ട്, നീതിയൻ കിരീടമുണ്ട്, സന്തോഷത്തിൻ കിരീടമുണ്ട്, പിന്നെ അങ്ങനെ പല കിരീടമുണ്ട്, പല രാജ്യമുടി. പക്ഷേ ഇവർക്കൊരു കിരീടമാണ്. പക്ഷേ അവർ സിംഹാസനത്തിലിരിക്കുന്നത് സീറ്റ്സ് എന്നാണ്. 24 സീറ്റ്സ് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്.
അതായത് മനസാക്ഷ്യം കാലത്തിൽ ജീവിച്ച വിശുദ്ധന്മാർ ഈ 24. ഇനി 24 ഒരു വ്യാഖ്യാനമുണ്ട്. 1 മുതൽ 10 വരെയുള്ള വാക്യത്തിന് യഹൂദന് ചില അർത്ഥങ്ങളുണ്ട്. അതിൽ 6 എന്ന് പറഞ്ഞാൽ ദൂതൻ്റെ സംഖ്യയാണ്. 6 എന്ന് പറയുന്നത് ദൂതൻ്റെ സംഖ്യ, 4 എന്ന് പറയുന്നത് കൃപയെ കാണിക്കുകയാണ്. കൃപയുടെ കാലത്താണ് 4 സുവിശേഷം വെളിപ്പെട്ടത്. 4 സുവിശേഷം കൃപയാൽ വെളിപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ 4 വശങ്ങൾ, 4 മുഖങ്ങൾ. അത് ഒരു വ്യക്തിയിലാണെങ്കിൽ നമ്മളിവിടെ വായിക്കുമ്പോൾ കൃപയാൽ വെളിപ്പെട്ടു. അപ്പോൾ 6, 4, 24. അപ്പോൾ കൃപയുണ്ട് അവരുടെ ഭാഗത്ത്. നോഹയ്ക്ക് കൃപ ലഭിച്ചു, ആനോക്കിന് കൃപ ലഭിച്ചു. ഓരോരുത്തർക്കും തനിത്തനിയായ കൃപ ലഭിച്ചവരാണ്. അപ്പോൾ തന്നെ ദൂതന്മാർക്കും ന്യായപ്രമാണത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച ഈ വിശുദ്ധന്മാർ 24 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് 24 പേരെ ഉള്ളോ? മനസാക്ഷ്യം കാലത്തിൽ അങ്ങനെ ജയം പ്രാപിച്ചവർ 24 പേരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം. ഇവിടെ കിടന്ന് വഴക്ക് കുടിക്കേണ്ട. അവിടെ ചെല്ലാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പെന്തിക്കോസ്തുകാർ ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞ് അങ്ങോട്ട് ആനോക്ക് ഏലിയാവാണോ അതോ ഏലിയാവ് മോശയാണോ അത് നിങ്ങളുടെ അറിവിലിരിക്കട്ടെ. ഏതായാലും നമ്മൾ സഭ എടുക്കപ്പെടുമ്പോൾ അതൊന്നും വിഷയമല്ല. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 24 മൂപ്പന്മാരെന്നുള്ളത് ഇതാണ് നമ്മുടെ ഭാഷ്യം. അത് സഭയല്ല, സഭ ഒരുത്തിയാണ്. അത് സിംഹാസനത്തിലേക്കാണ് എടുക്കപ്പെടുന്നത്, സിംഹാസനത്തിന് ചുറ്റിനുമല്ല ഇരിക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ അവൻ്റെ വിഗ്രഹത്തെ കൊണ്ട് അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ യഹൂദന്മാർക്ക് തെറ്റുപറ്റും. ദൈവം പറഞ്ഞില്ലേ വിഗ്രഹം ഉണ്ടാക്കരുത്. അപ്പോൾ ഇവൻ യഹൂദനെതിരായിത്തീരും. യഹൂദന് നേരെ അവൻ്റെ സകല കോപവും. അങ്ങനെയല്ലേ ഈ പിശാചിൻ്റെ സ്വഭാവമല്ലേ, ഒരുത്തിനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നന്മ കൊടുക്കും, ഇല്ലെങ്കിൽ അവനെ പറിച്ചു കീറി നാശമാക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ആത്മ. ഇന്നും ചില മനുഷ്യരിലത് കാണാം കേട്ടോ. അവർ സ്നേഹം മാറിക്കഴിഞ്ഞാൽ ഉടനെ അവനെ നശിപ്പിക്കാനുള്ള അടുത്ത എല്ലാ ശക്തികളും പ്രയോഗിക്കുന്ന മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മത നേതാക്കന്മാരുണ്ട്, പെന്തിക്കോസിലുമുണ്ട്. എനിവേ അത് നമുക്ക് വരാതെ സൂക്ഷിച്ചോണം. അപ്പോൾ അന്ന് മുതൽ യഹൂദനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ എല്ലാവിധമായ പദ്ധതിയും ചെയ്യും. അവസാനം ഇവൻ കെട്ടിക്കൊടുത്ത ആലയം പോലും ഉടച്ചു കളയും. 8-ാം അധ്യായത്തിലാണ് തോന്നില്ലേ, 8 വായിക്കുമ്പോൾ അവൻ്റെ ആലയം പോലും അവൻ ഉടച്ചു കളയുമെന്നവിടെ കാണുന്നുണ്ട്. വായിച്ച് 8:11 വായിച്ച്, ദാനിയേലിൻ്റെ പുസ്തകം 8:11. അപ്പോൾ അന്നുണ്ടാക്കുന്ന ആലയം ഉടയ്ക്കപ്പെടും കേട്ടോ. ഇപ്പോൾ ഈ എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ, അന്തിക്രിസ്തു എന്ന് പറയരുത്, എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ അവൻ നിർമ്മിച്ചു കൊടുക്കുന്ന ആലയം അവസാനം അവനെ അവിടെ ഇരുത്താൻ ഇവർ സമ്മതിക്കാതെ വരുമ്പോൾ ആ ആലയം ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലേ. ചില പിള്ളേർ നമ്മൾ കാണത്തില്ലയോ, ഈ അവധി ദിവസങ്ങളിൽ വീടുണ്ടാക്കും, മൺവീടൊക്കെ ഉണ്ടാക്കും. മൺവീടുണ്ടാക്കി കഞ്ഞിക്കറിയൊക്കെ വെച്ച് പണ്ടുണ്ട്, ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പം നെറ്റിനകത്തുള്ള പണിയായതുകൊണ്ട് അതൊന്നും പിള്ളേർക്കില്ല. അവസാനം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഒരു അടച്ചുണ്ടാക്കി തമ്മിൽ തല്ലി ഇതെല്ലാം ഉടച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകും. കാരണം എന്ന് പറഞ്ഞ പോലെ ഈ പൊട്ടൻ, ഈ യഹൂദന്മാർ ഇവനെതിരായി ഒരുപാട് പ്രവൃത്തി ചെയ്യും. യഹൂദനെതിരായിട്ട് ഇവൻ ചെയ്യും. അവസാനം ഞാൻ ഉണ്ടാക്കിയ ആരെയാണെന്ന് പറഞ്ഞ് ഉടച്ചു കളയും. വായിച്ചു ചെയ്യും. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ വെളിപ്പാട് 8:11 വായിക്കാം. ദാനിയേൽ. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും. എങ്ങനെ അവനെ വലുതാക്കുന്നത്? സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി, പിന്നെ അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും. നിരന്തര ഹോമയാഗം, ആ വാക്യം അവിടെ ഇരിക്കട്ടെ. വേറെ വാക്യോട് വായിക്കാം. ദാനിയേൽ 9:27 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇനി ശേഷിക്കുന്ന ഒരാഴ്ചവട്ട യഹൂദനുണ്ട്. ആ 70 ആഴ്ചവട്ടം പറയുമ്പോൾ അതിൽ 69 കഴിഞ്ഞ് ഒരാഴ്ചവട്ടം വായിക്കാം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി. ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി. അതാണ് യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 24 മധ്യയിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഉപദ്രവകാലത്തിൻ്റെ അവസാന കാലങ്ങൾ സംഭവിക്കുന്ന കാലമാണ്. ആ സമയങ്ങളിൽ വേറൊരു കാര്യം നടക്കും. അന്ന് ഇവനെതിരായി നിൽക്കുന്ന സമയത്ത് അവനെന്ത് ചെയ്യും? വായിച്ചേ ആലയം താട്ട് വായിക്കാം. തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്യും. അവന്റെ വിശുദ്ധ മന്ദിരം. അപ്പൊ യഹൂദന് ഇപ്പൊ പണിയാൻ പോകുന്ന ആലയവും അതിൽ മ്ലേച്ഛത കയറിയതുകൊണ്ട് അത് ഉടയ്ക്കപ്പെടും. ഇപ്പൊ AD 70 ഈ ആലയം ഉടയ്ക്കാൻ കാരണം എന്താ? യഹൂദന്റെ പാവം മാത്രമല്ല, അവിടെ ഈ റോമൻ ഗവർണർ എന്ത് ചെയ്തു? താൻ മ്ലേച്ഛത പന്നിയെ കൊണ്ടുപോയി അവിടുത്തെ വീനസിനെ കൊണ്ട് ദൈവമാക്കി വെച്ചിട്ട് വിഗ്രഹത്തെ വെച്ചിട്ട് പന്നിയെ കൊണ്ട് ബലിയർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി. അതിൻ്റെ അർത്ഥം അന്ന് യഹൂദന്മാരും ദൈവത്തെ അന്വേഷിക്കാതെ പാപികളായി പോയപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അപ്പോൾ എതിർക്രിസ്തു പണിയുന്ന ആലയവും ഉടയ്ക്കപ്പെടും. അവൻ തന്നെ ഉടച്ചു കളയും. കാരണം പിന്നീട് അത് വേണ്ട. എന്നാൽ പിന്നീട് പണിയപ്പെടുന്ന ആലയം അതാ, അത് ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും. ആ മുള വന്ന് പണിയുന്നൊരു ആലയമുണ്ട്. അതാണ് 1000 വർഷ ഭരണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽനോട്ടത്തിൽ പണിയുന്ന ഒരു, മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചുകൊണ്ട് പണിയുന്ന ഒരു ആലയമുണ്ട്. അതാണ്
എസെക്കിയേൽ 41 അധ്യായത്തിൽ കാണുന്ന ആലയം, 40 മുതൽ ഇങ്ങോട്ട് അവസാനം വരെ കാണുന്ന ആലയം എന്ന് പറയുന്നത് അതാണ് 1000 വർഷ ഭരണത്തിലേക്കുള്ളതായ ആലയം. അതുകൊണ്ട് ഈ പറയുന്ന ആലയം എതിർ ക്രിസ്തു തന്നെ പൊളിച്ചു കളയും. ആ ആലയത്തിൽ നമുക്കറിയാം, മീഖയുടെ പുസ്തകം 4-1 വാക്യം മുതലും യെശയ്യാ 2:2 വായിച്ച് പെട്ടെന്ന് വായിക്കും. യെശയ്യാ 2 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ അന്ത്യകാലത്തിൽ ലാസ്റ്റ് പണിയപ്പെടുന്ന ആലയം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഈ ഇപ്പം ഇവർ മെനക്കെട്ട് പ്രശ്നം ഉണ്ടാക്കി പണിയുന്ന ആലയം എതിർ ക്രിസ്തു പണിയുന്നതാണ്. അത് എതിർ ക്രിസ്തു തന്നെ ഉടച്ചു കളയുകയും ചെയ്യും. വായിക്കാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. സകല ജാതികളും, അത് 1000 വർഷ ഭരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആ ആലയവും അതിൻ്റെ പദ്ധതികളുമാണ് അവിടെ കാണുന്നത്. മീഖയാണ് വായിച്ചേ, യെശയ്യാ വായിച്ചേ, യെശയ്യാ 2:1 മുതൽ അത് വായിച്ചേ. 4 മീഖ 4:1 മുതൽ വായിച്ചു. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പം ഇതാണ് ഇനി പണിയപ്പെടാവുന്ന എതിർ ക്രിസ്തു പണിയുന്ന ആലയം ഉടച്ചു കളഞ്ഞതിന് ശേഷം പിന്നെ 1000 വർഷ ഭരണത്തിൽ ആ ആലയം 1000 വർഷത്തോളം അവിടെ നിൽക്കും. പക്ഷേ ആലയത്തിൽ നമ്മളീ കാണുന്ന പോലെ ഒരുപാട് സാമഗ്രികളൊന്നും കാണത്തില്ല. അവിടെ ആലയത്തിൽ ഒരു യാഗപീഠം കാണും. എവിടെ എഴുതിയിരിക്കുന്നത്? എസെക്കിയേൽ പ്രവചനം 41 അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ 40 മുതൽ ഇങ്ങോട്ട് ആലയത്തും ആ കാലങ്ങൾ അവിടെ പണിയപ്പെടാൻ പോകുന്ന സിറ്റി, നമ്മൾ വെളിപ്പാട് 21 അധ്യായത്തിൽ കാണുന്ന പുതിയ യെരൂശലേമിനെ പോലുള്ളൊരു സിറ്റി തന്നെ, അതിൻ്റെ ആക്ഷികമായ സിറ്റി ഈ ഭൂമിയിൽ പണിയപ്പെടും. ഇത് നിങ്ങൾ രണ്ടും കൂടെ പഠിച്ചാൽ മതി. ഏതാ? വെളിപ്പാട് 21 അധ്യായത്തിൽ കാണുന്ന ആത്മീയ യെരൂശലേമും അതുപോലെ തന്നെ അതിൻ്റെ ഭൗമികമായ നിഴലിൽ ഈ ലോകത്തിൽ 1000 വർഷ ഭരണത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി പണിയപ്പെടുന്ന ആലയവും സിറ്റിയാണ് ഈ എസെക്കിയേൽ 40 അധ്യായം മുതൽ അവസാന അധ്യായം വരെ കാണുന്നത്. അതിലൊരു യാഗപീഠം മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ഉപകരണങ്ങളൊന്നും, നിലവിളക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതൊന്നും അന്നില്ല. കാരണം യാഗപീഠം എന്തിനാണ്? വായിച്ചേ, എസെക്കിയേൽ 41:21-22 വായിക്കാം. എസെക്കിയേൽ 41:21-22. മന്ദിരത്തിന്റെ ചതുരമായുള്ള മുറിച്ചുവരുകൾ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ യാഗപീഠത്തെ പോലെയുള്ളത് ഉണ്ടായിരുന്നു. യാഗപീഠത്തെ പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അടുത്തത്, യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴ ഉയരവും 2 മുഴ നീളമുള്ളതുമായിരുന്നു. ഒരാൾ സംശയം ചോദിച്ചു, പാസ്റ്ററേ, ഈ യാഗപീഠം എന്തിനാ? യാഗമെല്ലാം ക്രൂശിൽ കഴിഞ്ഞില്ലേ? യേശു ക്രിസ്തുവിൻ്റെ യാഗമെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ യാഗത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് ചെറിയ യാഗപീഠം, 2 അടിയും പൊക്കമൊക്കെ ഉള്ളൂ, വലിയ യാഗപീഠമൊന്നും അല്ല. അത് ഓർമ്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. നമ്മോട് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞില്ലേ? കർത്താവ് പോയപ്പം സഭയോട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി, ഇതെൻ്റെ രക്തമാകുന്നു, എൻ്റെ മാംസമായി നിങ്ങൾ ഭക്ഷിപ്പിൻ. ഇത് ആക്ഷികമായിട്ട് വായിച്ചവർക്കെല്ലാം ഇടർച്ച അവരെല്ലാം വിട്ടുപോയി. എന്ത് കളിയാ? യേശുവിൻ്റെ മാംസം ഭക്ഷിക്കണം, രക്തം കഴിക്കണം, ഇതൊന്നും ഒരു അന്യായമാണ്. അങ്ങനെ പലരും വിട്ടുപോയി. പക്ഷേ എൻ്റെ ആത്മീയ അർത്ഥം സഭയ്ക്ക് അറിയത്തുള്ളൂ. അതായത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ വെറും ജഡികമല്ല. അത് യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ 63-67 വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. അത് മാംസവും രക്തമല്ല, അത് സിംബോളിക്കലാണ്, അത് നിഴൽ മാത്രമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ വായിച്ചേ, യോഹന്നാൻ 6 പെട്ടെന്ന് വായിരും കേട്ടോ. ഇന്ന് ഒരുപാട് വാക്യങ്ങൾ വായിക്കണം. 6:63-67. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതുകൊണ്ടാണ് കുർബാനയ്ക്കകത്ത് യേശു എഴുന്നള്ളി വരുന്നില്ല എന്ന് പറയുന്നതിന് കാരണം. അത് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതാണ്. അതിനകത്തല്ല ബലി നടക്കുന്നത്, അത് ഓർമ്മ മാത്രമേ ഉള്ളൂ. അത് സമുദായക്കാർ പഠിപ്പിക്കുന്ന തെറ്റാണ്. അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമൊന്നും വരത്തില്ല. ഞങ്ങളൊക്കെ പണ്ട് കുർബാന എടുക്കുന്ന സമയത്ത് പറയുന്നത്, അയ്യോ പല്ലിൽ തുടരുത്, അതിനകത്ത് യേശു ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കും. അന്നത്തെ ആ ഭക്തിക്കുള്ളതെന്നല്ലാതെ അതിനകത്ത് യേശു ഒന്നും വരത്തില്ല, നമുക്കറിയാം. യേശു പരിശുദ്ധാത്മാവിലും വചനത്തിലുമാണ് നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നത്. കുർബാന എന്ന് പറയുന്നത് തിരുവത്താഴത്തിന് നിഴലാണ്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പോലും ഓടില്ല, പക്ഷേ സാന്നിധ്യം നമ്മിലുണ്ടാകും. നമ്മളതിനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടായ്മയുടെ പങ്കെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഈ 1000 വർഷ ഭരണത്തിൽ ഞാനിത് പറഞ്ഞ പൊരുത്തം അത് കർത്താവ് യഹൂദനിട്ടൊരു പണി കൊടുത്തതാന്ന് പറഞ്ഞതാണ്. യഹൂദനിട്ട് 1000 വർഷത്തേക്ക് ഒരു പണിയല്ല അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇവരെ യേശുവിനെ ക്രൂശിച്ചില്ലേ? യേശുവിനെ ക്രൂശിക്കാൻ കാരണം അവനെ തിരിച്ചറിയാതെ ക്രൂശിച്ചു, അവൻ്റെ അവിടെ യാഗമായി തീർന്നു. ആ യാഗത്തെ ഇവരെപ്പോഴാണ് അംഗീകരിക്കുന്നത്? ഈ പറഞ്ഞ
1000 വർഷഭരണത്തിൻ്റെ തുടക്കത്തിലാണ് ഇവർ യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനാണെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മരിച്ചെന്നുള്ള ഇവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തോ നിങ്ങൾ. യഹൂദന് ഓർമ്മയ്ക്കായി ചെയ്യാൻ ഈ ആലയത്തോട് ചേർന്നൊരു യാഗപീഠം വെച്ചിട്ട് അതിലെന്തൊക്കെയാകും അർപ്പിക്കുന്നത് ചിലത് പറയുന്നുണ്ട്. അവിടെ താഴത്ത് വാക്യമുണ്ട്, വായിച്ചേ. 41:22 വാക്യം വായിച്ചേ. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴ ഉയരവും 2 മുഴ നീളവും ഉള്ളതുമായിരുന്നു. വലിപ്പം 3 മുഴ 4 അടി, 5 അടിക്ക് താഴെയാണ്. പണ്ടത്തെ അത്രയും ഇല്ല. വായിക്കാം. അതിന്റെ കോണുകളും ചുവടുവശങ്ങളും മരം കൊണ്ടുണ്ടായിരുന്നു. അവൻ എന്നോട് ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. ഇത് കല്ലുകൊണ്ടല്ല, പണ്ട് കല്ലുകൊണ്ടാണ് പണിതുകൊണ്ട്, ഇത് മരം കൊണ്ടുണ്ടാക്കിയിരിക്കുക. അപ്പോൾ യഹൂദന് ഈ 1000 വർഷം ഓർത്തോണം. ഇവർക്ക് ഈ പറഞ്ഞ പാർട്ടികളല്ലേ ഓർമ്മയ്ക്കായിട്ട്, നമുക്ക് ഓർമ്മയ്ക്കായിട്ട് തന്ന പോലെ ഇവർക്കും ഓർമ്മയ്ക്കായിട്ട് ഈ പറഞ്ഞ പോലെ യാഗം കഴിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ യാഗത്തെക്കുറിച്ച് ഇവർക്ക് ഓർമ്മ വരും. നമ്മളെപ്പോലെ ആഴമേറിയ സത്യമൊന്നും പഠിച്ചവരല്ലല്ലോ അന്നത്തെ യഹൂദന്മാർ. അവർ ലോകം മുഴുവനുണ്ട്. അന്ന് ഈ പെരുന്നാളിനൊക്കെ ഇവർ വരും. അത് നമുക്ക് പിന്നീടും ചിന്തിക്കാം, ഇതിനോട് തന്നെ ചേർന്ന് ചിന്തിക്കാം. അങ്ങനെ ആലയമുണ്ട്, ഈ ബലിയും നടക്കുന്നുണ്ട്. അപ്പം ഇത് ക്രിസ്തു പണിയുന്ന ആലയമല്ല, അത് അവൻ തന്നെ ഉടച്ചു കളയും യഹൂദനുള്ള ദേഷ്യത്തിൽ. ആ ദേഷ്യത്തിലാണ് ഇവരെല്ലാം ഉപദ്രവിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കേട്ട പോലെ ഏദോമിൽ ഒസ്രായിൽ രക്താംബരം ധരിച്ചുകൊണ്ട് വന്നിറങ്ങി യേശു യഹൂദിന് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്തതിന് ശേഷം 144,000 പേരവിടെ മുദ്രയിടും. പിന്നീട് ആ സമയങ്ങളിൽ ഒരു നിത്യ സുവിശേഷം അവിടെ അറിയിക്കപ്പെടുന്നുണ്ട്. വായിച്ചേ. മനുഷ്യനല്ല, കാരണം മനുഷ്യനെ ഒന്നിനും അവിടെ അടുപ്പിക്കത്തില്ല, എല്ലാത്തിനും കൊന്നു കളഞ്ഞില്ലേ. വിശ്വാസികളെല്ലാം കൊന്നു. പിന്നെ സുവിശേഷം പറയുന്ന ആരാ? അപ്പോൾ ദൈവം ദൂതനെ ഇറക്കും. ഇവിടെ പോലീസ് പരാജയപ്പെടുമ്പോൾ പട്ടാളത്തിന് എതിർക്കുന്ന പോലെ തമ്പുരാൻ ദൂതനെ ഇറക്കി സുവിശേഷം പറയും. വായിച്ചേ. 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകം 14:6. 3 ദൂതന്മാർ വന്ന് നടക്കാൻ പോകുന്ന കാര്യം പറന്നു നടന്ന ഒരു വേല ചെയ്യും. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും അപ്പോൾ ഇത് ഉപദ്രവ കാലത്തിൻ്റെ അവസാന സമയങ്ങൾ സംഭവിക്കുന്ന കാലമാണ് കേട്ടോ. 7 വർഷത്തിൻ്റെ 3 ദൂതന്മാരിറങ്ങി ഈ ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ദൂതൻ എന്ത് പറയും? വായിച്ചേ. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. നിത്യസുവിശേഷം. ആരാ നിത്യസുവിശേഷം? ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തുന്നേറ്റിരുന്നിട്ട് യേശു ക്രിസ്തുവാകുന്നു എൻ്റെ, അതാണ് നിത്യസുവിശേഷം. എവർലാസ്റ്റിംഗ് ഗോസ്പൽ ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആര് പ്രസംഗിക്കും? ദൂതന്മാർ. ആ ദൂതന്മാർ പ്രസംഗിക്കുമ്പോൾ, ദൂതൻ വന്ന് പ്രസംഗിക്കുമ്പോൾ ആർക്കും, ഇത് സകല ജാതികളായ യഹൂദന്മാർക്കും അന്യജാതിക്കാരെല്ലാന്നുണ്ടല്ലോ. തന്നെയല്ല, യെരുശലേമിൽ വന്ന് യുദ്ധം ചെയ്ത് ശേഷിക്കുന്ന കുറേ പട്ടാളക്കാരോടുണ്ട്. ഇവരുമെല്ലാം ഇങ്ങനെ വിറച്ച് നിൽക്കുക, എന്താ സംഭവിക്കുന്നത്? അപ്പോഴാണ് ഈ ദൂതൻ്റെ പ്രസംഗം ഇവർ കേൾക്കുന്നത്. അങ്ങനെ ആ ദൂതൻ്റെ പ്രസംഗത്താൽ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട, ഒന്നുകൂടെ വായിച്ച 6-ാം വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അത്രേ ഉള്ളൂ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇവനോടത്തും വായിക്കുന്നുണ്ട്. ഉസിയാവിൻ്റെ കാലത്തിൽ ഉസിയാവ് എതിർക്രിസ്തുവിനെ പോലെ വാണ സമയത്തിൽ യെശയ്യാവ് ഇതുപോലെ സുവിശേഷം അറിയിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തെ തിരിച്ചിരുന്നു. ഇനി അതുകൂടാതെ ഈ എതിർക്രിസ്തുവിൻ്റെ 2-ാം വർഷ പകുതിയിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 അഭിഷിക്തന്മാരൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ആരാ? TPM ഭാഷ പറഞ്ഞാൽ ആനോക്ക് ഏലിയാവും, മറ്റുള്ളവർ മോശ. ആരും ആയിക്കോട്ടെ, നമ്മൾ വിശ്വസിച്ച് അങ്ങനെ തന്നെ ഇരിക്കണം. അതായിരിക്കും ശരി. കാരണം 2 പേരും മരിച്ചിട്ടില്ല, ഇനി ഒന്നൊന്നുകൂടെ മരിക്കണം. അപ്പോൾ ആനോക്ക് ഏലിയ ആയിരിക്കും എൻ്റെ സത്യം. ആരെങ്കിലും വരട്ടെ, അത് വിഷയം അധികം പ്രശ്നമാക്കണ്ട. പക്ഷേ ഇവരെ കൊന്നുകളയും. 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവരെ കൊന്ന് ആഘോഷിക്കും. ഞങ്ങൾക്കെതിരായിട്ട് പ്രസംഗിച്ചവനെല്ലാം കൊന്നുകളയും അല്ലേ? ഇന്നും ചിലത്തൊക്കെ ഉണ്ടല്ലോ, സഭയിലൊക്കെ ഉണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രസംഗം ചെയ്താൽ പറപ്പിക്കും. അത് ഇന്നും ഉണ്ട്. അത് ഈ ആത്മാവാണ്, എല്ലായിടത്തും ഉണ്ടത്. അതുപോട്ടെ. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ 11-ാം അധ്യായം 2 അഭിഷിക്തന്മാരെ കൊല്ലും. പക്ഷേ കൊന്ന് ഇവർ ജയാഘോഷം ഉണ്ടാകുമ്പോൾ 3-ാം ദിവസം യേശു ക്രിസ്തു ഉയർന്നതിൻ്റെ പോലെ ഇവർ ആ കാലഘട്ടത്തിൽ ആദ്യ ഫലങ്ങളായിട്ട് ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകും. പിന്നെ സുവിശേഷം അറിയിക്കുന്ന ആരാ? ദൂതന്മാരാണ്. നിത്യ സുവിശേഷം എന്തായിരുന്നു? ദൈവത്തെ ഭയപ്പെട്ട്. വായിക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇനി ന്യായം വിധിക്കാൻ പോവുകയാണ്. ആ ന്യായവിധിയുടെ ഒരു ഭാഗമാണ് കർത്താവ് എന്ത് ചെയ്യുന്നു? ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന ഒരു ന്യായവിധിയുടെ ഒരു ഭാഗം.
ഒന്ന് അതിന് ശേഷം 1000 വർഷത്തിന് ശേഷമുണ്ട്. അപ്പം ഈ സമയത്ത് ഒരു ന്യായവിധിയുണ്ട്. കാരണം വേർതിരിച്ച് കുറേ പേരെ ആ ന്യായവിധി എന്ന് പറയുന്നത് തീയിൽ കൂടെ കിടത്തി. സക്കറിയ പ്രവചനം 12 കാണുന്ന തോന്നുന്നു 3 അംശത്തെ തീയിൽ കൂടെ കിടത്തി. അത് യഹൂദനിലും വരും, ഇവരും ചില പരീക്ഷകളിൽ കൂടെ കടന്ന് അവരും സഹസ്രാബ്ദ വാഴ്ചയിൽ ജാതികളൊരു അംശം വരും. കേട്ടോണം. അപ്പം 1000 വർഷ ഫലത്തിലേക്ക് ആരൊക്കെ പ്രവേശിക്കും? ഇതാ ഈ സുവിശേഷം കേട്ട് എല്ലാ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒരു കൂട്ടം മനുഷ്യർ അവർ തീയിൽ കൂടെ കടന്ന് ശോധിക്കപ്പെട്ട് 1000 വർഷത്തേക്ക് ഭരിക്കും. ഇനി അപ്പോൾ തന്നെ 2 ദൂതന്മാരുടെ സുവിശേഷം പറയുന്നുണ്ട്. രണ്ടാമത്തെ ദൂതൻ എന്താ പറയുന്നത്? ബാബിലോൺ വീണുപോയി. വായിക്കാം. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഗതിയാം ബാബിലോൺ വീണുപോയി. അത് ഈ ചിലർ പ്രസംഗിക്കുന്ന പഴയ ബാബിലോൺ എന്നല്ല, ഇനിയൊരു ബാബിലോൺ വരും. അതാണ് വെളിപ്പാട് 17-18 വായിക്കുമ്പോൾ ഈ ഇറാഖിൽ സ്ഥാപിക്കപ്പെടുന്ന ബാബിലോൺ സിറ്റി, ബാബിലോൺ സാമ്രാജ്യം, ബിസിനസ് ശൃംഖലകൾ, അത് 17-18 വായിച്ചാൽ മതി. ആ ബാബിലോൺ വീണുപോയി. വീണില്ല, വീണുപോയതായിട്ടും നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്ന സമയമാണ്. ഈ 7 വർഷത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഇത് സംഭവിക്കും. മൂന്നാമത്തെ ദൂതൻ എന്ന് പറയുന്നു മൃഗത്തെയോ. വായിക്കാം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമധ്യം നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? നിമിഷങ്ങൾ കൊണ്ട് ഈ ദൂതന്മാര് ലോകം മുഴുവൻ കാണത്തക്കൊണ്ട്, അന്നും ടി വി കാണുമല്ലോ, ഇന്നത്തെ ടെലിവിഷൻ പോലല്ല. ഇപ്പോൾ പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആകാശത്തെ സ്ക്രീനാക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രൻ ഒരിടത്ത് ഉദിച്ചാൽ ഭൂമിയുടെ ഒരു ഭാഗത്ത് കാണാം. ഇപ്പോൾ 2 ഭാഗത്തേക്ക് 2 സ്ക്രീൻ മതി, മുഴുവൻ ലോകം ഇത് കാണും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ദൂതൻ പറയും, മൃഗത്തിൻ്റെ പേരും നമ്പരും ഒക്കെ ഇട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ ശിക്ഷാവധിയിലേക്ക് പോകും. അപ്പോൾ ഇത് കേട്ട് ഭയന്ന്, ഇതിനകത്ത് വിശ്വാസികളല്ല, അന്ന് വിശ്വാസികളെല്ലാം പോയി. ഇത് കേട്ടിട്ട് ഭയന്നിട്ടാണ് ഒരു കൂട്ടർ ഈ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെടും. അപ്പോൾ അതാണ് ജാതികളുടെ ശേഷിപ്പ്. യഹൂദന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ, നിങ്ങൾ കടൽക്കരയിലെ മണൽത്തരി പോലെ പെയ്യാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. അത് പല പ്രവാചന പുസ്തകത്തിലുണ്ടല്ലോ. യെശയ്യാ 36-ലുണ്ട്, ആമോസിൻ്റെ പുസ്തകത്തിലുണ്ട്, സക്കറിയാവിലുണ്ട്. ഒരു ശേഷിപ്പ് മടങ്ങി വരും. അതാണ് സക്കറിയ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ശുദ്ധീകരിക്കപ്പെടും. അവരാണ് 144,000 പേര്. ഏത്? വെളിപ്പാട് 7-ാം അധ്യായത്തിൽ കാണുന്ന 144,000. 7-1 മുതൽ വായിക്കുമ്പോൾ 12 ഗോത്രങ്ങളിൽ മുദ്രയിട്ട് ഇവരെയും അത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന യോർദാനിലെ വീരന്മാരെ കർത്താവ് അവിടെ കൈകാര്യം ചെയ്യും. അങ്ങനെ ഈ ജനത്തിന് വേണ്ടി അവരെ രക്ഷിച്ച് അവരും വരും. അപ്പം ജാതികൾ, യഹൂദന്മാർ. ഇനി ആരൊക്കെയാണ് വരുന്നത്? ഈ 1000 വർഷ ഫലത്തിലേക്ക് ഇനി ആര് വരും? വെളിപ്പാട് പുസ്തകം 20-4 വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. അപ്പോൾ രക്തസാക്ഷികളുടെ ഒരു സംഘം ഇവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷി യേശുവിൻ്റെ സ്തെഫാനോസിനെ പോലെ ആദിമസഭയിൽ, പിന്നീട് നീറോയുടെയും ഡൊമീഷ്യൻ്റെയും വെസ്പേഷ്യൻ്റെയും കാലത്ത് നൂറ്റുകണക്കിന്, ആയിരക്കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷികളായവരുണ്ട്. അവരൊന്നും ചിലപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കാണത്തില്ല, വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ചില്ല, പക്ഷേ ശരീരം കൊടുത്തില്ല. ഇന്ന് നമ്മുടെ TPM കുറേ വിശ്വാസികളുണ്ടല്ലോ, ഈ കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, അവർ വൈരാഗ്യം പ്രതികാരവും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും, ഇച്ചിരി കള്ളത്തരവും പ്രതികാരവും വൈരാഗ്യവും ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ വിശുദ്ധിയുടെ പൂർണ്ണതയൊന്നും കിട്ടിയില്ലെങ്കിലും രോഗശാന്തിയിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. ഇപ്പോഴല്ല, കുറച്ചാൾ മുമ്പ് ഞാനങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ട്. അടുത്തവണ്ണം ക്ഷമിച്ചില്ലെങ്കിലും രോഗശാന്തി പിടിച്ച് എന്ന് മരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ഭാഷയെ വ്യാഖ്യാനിച്ച് അവന്മാർക്കും കിട്ടും. ഏതായാലും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചല്ലേ ഈ രോഗശാന്തി, രക്തസാക്ഷിത്വം പ്രാപിച്ചതുകൊണ്ട് അവരും ഈ കക്ഷിയിൽ കാണുമെന്നൊരു ഭാഷ പറയുന്നത് കേട്ടു. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് വായിച്ച്, യേശുവിൻ്റെ നാമനിമിത്തം തല ഛേദിക്കപ്പെട്ടവരും ദൈവവചന നിമിത്തം. ദൈവവചനം എന്താ ഉണ്ടായത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം വന്ന കാലം തൊട്ട്, അതായത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ, ആബേൽ മുതൽ, പുതിയ നിയമത്തിൽ സെഫന്യ മുതൽ രക്തസാക്ഷിയായവർ, ഇവിടെ ആബേൽ മുതൽ. അപ്പോൾ ആബേൽ മുതൽ രക്തസാക്ഷികളായി അവസാനം വരെ ഈ പഴയ നിയമകാലത്തിൽ രക്തസാക്ഷികളായി ദൈവവചന നിമിത്തം മരിച്ചവരും ഈ 1000 വർഷത്തിൽ കാണും. അതാണ് ദൈവവചന നിമിത്തവും യേശുവിൻ്റെ സാക്ഷി നിമിത്തവും. തീർന്നില്ല, അടുത്തത്.
മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും. മൃഗത്തെയും അതിൻ്റെ പ്രതി, അത് വേറൊരു ഗ്രേഡാണ്. സാധാരണ രക്തസാക്ഷികളല്ല, അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. കാരണം മൃഗത്തെ ജയിച്ചു വരുന്നവർ സാധാരണ രക്തസാക്ഷികളല്ല, അത് സ്പെഷ്യൽ ഗ്രേഡാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. അപ്പോൾ ആ മുദ്ര ഏൽക്കാത്തവർക്ക് സ്പെഷ്യൽ രക്തസാക്ഷിത്വമാണ്. പത്മശ്രീയുണ്ട്, പത്മഭൂഷണുണ്ട്, അർജുനൻ അവാർഡുണ്ട്, അങ്ങനെ പോവുകയല്ലേ, പീരീഡ് അനുസരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ അവനവൻ്റെ വിശ്വാസത്തിനും പ്രതിഷ്ഠയ്ക്കും തീരുമാനത്തിനും ഒത്തവണ്ണം ജീവിച്ച് മരിച്ചവർക്ക് അക്കോർഡിംഗ് ദെയർ ഓൺ സർവീസ്, അവരുടെ പ്രവൃത്തിക്ക് ഏറ്റവും ഉള്ളതായ പ്രതിഫലം. അടുത്തത് വായിക്കാം. അപ്പോൾ രക്തസാക്ഷികളുണ്ട്, പഴയ നിയമ രക്തസാക്ഷികൾ. പിന്നെ അടുത്തത്, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇനി 2 കൂട്ടരുണ്ട്. അതാണ് ആ കൂട്ടത്തിൽ ആനോക്ക്, ഏലിയാവ്, പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വേർഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമകാലത്ത് ആദ്യഫലങ്ങളായ അബ്രഹാം മുതലെങ്കിലുള്ള പിതാക്കന്മാരെല്ലാം വരുന്നുണ്ട്, അതൊരു ഭാഗം. ഇനി ഒരു കൂട്ടരുണ്ട്. ആരാ? യേശു ക്രിസ്തു അല്ലേ ഇവിടുത്തെ രാജാവ്. എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം എത്രയിലാണ് വായിച്ചേ? 19:6 വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. അവിടുത്തെ മഹാരാജാവ് ആരാ? മഹാരാജാവ് മഹാപുരോഹിതനായ യേശു ക്രിസ്തുവാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ. അതാണ് വെളിപ്പാട് പുസ്തകം 12:10 വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12:10, ദാനിയേൽ 2:44 വായിച്ചേ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. 7 വർഷം മുമ്പേ സഭ എടുക്കപ്പെട്ടപ്പോൾ തൊട്ട് തുടങ്ങി. 12-ാം അധ്യായത്തിൽ കിടന്ന് സഭ എടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ രാജ്യത്വം ആരംഭിച്ചു കഴിഞ്ഞു. അത് മധ്യാകാശത്തിൽ പോയി ഇവിടെ ഒന്നും ഇരിക്കില്ല കേട്ടോ, യേശുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, സ്വർഗത്തിൽ. അപ്പോൾ 7 വർഷം സഭ എടുക്കപ്പെടുന്നത് മധ്യാകാശത്തിൽ അവിടെ പ്രത്യേകിച്ചൊന്നും ഒരു വാക്യം നമുക്കില്ല, മേഘത്തിലെടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പണ്ടൊക്കെ പ്രസംഗിക്കുമായിരുന്നു മധുവിധ്, ഇതൊക്കെ അലങ്കാര ഭാഷയല്ല, അല്ലാതെ യേശു ക്രിസ്തു എന്താ മധുവിധ് ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വിശ്വാസിലായിത്തീരുന്നല്ലാതെ അവിടെ പണ്ട് അമ്മച്ചി പറഞ്ഞ പോലെ തിരുവല്ല മാസയോഗത്തിൻ്റെ വെല്ലുമ്പിച്ച് ഞാനും വെള്ളവസ്ത്രം ധരിച്ച് മണവാട്ടിയെപ്പോലെ ഞങ്ങൾ മണിയറയിൽ വിശ്രമിക്കും. അത് അന്നത്തെ പാഷന്മാരും പ്രസംഗിച്ച് കേട്ടതിൻ്റെ റിയാക്ഷൻസാണ്. അതൊക്കെ ആത്മീയർത്ഥം. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് മണവാളനും മണവാട്ടിയും. യേശു ക്രിസ്തു 2 in 1, ഇനി 2 അല്ല 1 അത്രേ. അപ്പം നമ്മളിൽ യേശു ക്രിസ്തുവിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ തന്നെയാണ് പുതിയ യെരൂശലേം, നമ്മളിൽ തന്നെയാണ് സിയോൻ, നമ്മളിൽ തന്നെയാണ് ക്രിസ്തു, നാം തന്നെയാണ് ദൈവത്തിൻ്റെ സഭ, നഗരം, എല്ലാം വരും. ഇത് മനസ്സിലാക്കാതാണ് ചിലർ അവിടെ പോയി വസിക്കാന്നൊക്കെ. അവിടെ ഉണ്ട്, ഈ വരുന്നവരവിടെ ഉണ്ടല്ലോ, യേശു ഉണ്ട്, അതെല്ലാം സത്യമാണ്. അതവിടെ എഴുതിയിരിക്കുന്നത് യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ 62:5, യെശയ്യാ 62:5 വായിച്ചു. യൗവനക്കാരൻ കന്യയിൽ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. നിന്റെ പുത്രന്മാർ നിന്നെ, പുത്രിമാരോ? മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ. പുത്രന്മാരാരാ? പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാരെയാണ് ഈ പുത്രന്മാരെന്ന് പറയുന്നത്. നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. അതായത് യേശുക്രിസ്തുവാകുന്ന രക്ഷിതാവിനെ, ദൈവത്തെ, പിതാവിനെ നമ്മൾ വിവാഹം ചെയ്യുന്നു പറഞ്ഞാൽ അത് ആക്ഷരികമായ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്. അതിൻ്റെ ആത്മീയ വശം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ബന്ധം, കന്യകയുടെ മനസ്സ്, കന്യകയായിട്ടുള്ളവരായ ആ മനസ്സോടുകൂടി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിത്തീരും. അപ്പോൾ പിന്നെ വേറൊരാൾക്ക് അവിടെ സ്ഥാനമില്ലെന്ന് അതിൻ്റെ അർത്ഥം. താട്ട് വായിക്കാം. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ. അതുകൊണ്ടല്ലേ ക്രിസ്തുവിൽ വളരുന്നവർക്ക് വലിയ സന്തോഷമില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ചായൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, വേറെ സഭക്കാരനാണ് കേട്ടോ, എനിക്കിതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്, ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വേറെ സഭയിലെ പാസ്റ്റർ പറഞ്ഞ. അപ്പം അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. നിങ്ങളെന്താ ഇപ്പോഴും കാശുണ്ടാക്കണം, പഠിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ ആത്മാവ് കയറരുത്. പണിതോ ഇപ്പോൾ ഇവിടെ പണിത് കൊടുക്കല്ലേ? ഇതൊന്നും എൻ്റെ മനസ്സിൽ കയറ്റത്തില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നാണ്. പിന്നെ ഇതൊരു നീതി പ്രവൃത്തിയാണ്. കുമ്പളിക്കാർക്ക് ഇങ്ങനൊരു ഹോളും പാർക്കിങ്ങും പരിപാടികളെല്ലാം
ഒരു അവസരം കിട്ടി ചെയ്യുന്നു. നിങ്ങൾ സഹകരിക്കുന്നു, മറ്റു പലരും സഹകരിക്കുന്നു. കർത്താവ് ഇതിൻ്റെ മേൽനോട്ടം അത് വിശ്വസ്തയോടെ ചെയ്യുന്നെന്ന് കർത്താവ് നോക്കും. തൂക്കോട്ട് പിടിച്ചാണോ ചെയ്യുന്നത് അതോ മാനുഷിക പരിപാടിയാണെന്ന് നോക്കും. അവിടെ റിപ്പോർട്ടുണ്ട്. പ്രൊജക്റ്റ് വർക്ക് അല്ലേ, തിയറിയുടെ കൂടെ ഒരു പ്രൊജക്റ്റ് വർക്കും ഉണ്ട്. അതിലും നമുക്ക് മാർക്ക് കിട്ടും. അല്ലാതെ ഈ പറഞ്ഞ പിന്നെ കെട്ടിടമോ അപ്പം ചോദിക്കും കർത്താവ് വരുന്ന പിന്നെന്താ, കർത്താവ് ഒന്ന് പോട്ടെ, പഞ്ചായത്തിന് കൊണ്ടുപോകാമല്ലോ. ഇവിടെ ശേഷം മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതൊരു നീതിയല്ലേ. ഇതാരുടെയും പണം പിരിച്ചല്ലല്ലോ, നമ്മൾ ആരുടെയും പണം പിരിച്ചൊന്നുമല്ല ചെയ്യുന്നത്. ഒരു വിശ്വാസിയുടെ പോലും നമ്മൾ ചോദിക്കുന്നില്ല അതാ നിങ്ങൾ ഇത്ര രൂപ കൊടുക്കേ, രസീതോ, ഇതൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. വിശ്വാസത്താൽ നല്ല മനസ്സുണ്ടോ കൊടുക്കണം, അത്രയേ ഉള്ളൂ. തന്നില്ലെങ്കിലും വിരോധമില്ല, തന്നവർക്കും തരാത്തവർക്കും എല്ലാം ഒരുപോലെ സ്വത്രം. അപ്പോൾ ആര് പണിയും കർത്താവിന് ഇഷ്ടമുള്ള പണി എല്ലാം അവിടെ കിടക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബഡൻസ് ഉണ്ടോ, ഒരു ഭാരവുമില്ല, സന്തോഷമാണ്. ഇവിടെ പണിയാൻ വരുന്നൊരു സന്തോഷം, ഇവിടുത്തെ വിശ്വാസികൾ സന്തോഷം, ഇവിടുത്തെ കോൺട്രാക്ടർ സന്തോഷം. കാരണം ഒരു സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ആവശ്യമുള്ള പണം അപ്പോൾ ദൈവം അയച്ചു. അപ്പോൾ ഇതൊന്നും തലയ്ക്കകത്ത് കയറരുത്. കോൺക്രീറ്റും മെറ്റലും നമ്മുടെ തലയ്ക്കകത്ത് കയറുക, അതൊരു നീതി പ്രവൃത്തിയുടെ ഒരു ഭാഗം. വിശ്വസ്തരായിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പണി ചെയ്ത് ആരാധന കഴിഞ്ഞ് നമ്മളങ്ങ് പോകും. ഞാൻ പഞ്ചായത്തുകാരോട് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു, ഞങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ എടുത്തോളാം കേട്ടോ. നിങ്ങളെന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റി ഹാളോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഹാളൊക്കെ ആക്കി മാറ്റിക്കുക, ഒരു കുഴപ്പമില്ല. എവിടെ പോകുന്നു ചോദിച്ചു. അപ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറയാൻ ചാൻസ് പോയതാ. ഇങ്ങനെ കർത്താവിനെ പറ്റി പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, കർത്താവ് വരാറായി, ഞങ്ങൾ പോകും. പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് ബന്ധമേ ഇല്ല, ഇത് സർക്കാരിൻ്റെയാണ്, നിങ്ങളെടുത്തോണം എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായി. എന്നാൽ പാഷ വേഗം പണിതോളാനാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ പാഷ പണിത് ഞങ്ങളുടെ സപ്പോർട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞു എഴുതി തരുമൊന്നും വേണ്ട, പാഷയുടെ വാക്കിന് ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വരവിനെ ഇപ്പോൾ ഞങ്ങളത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളൊന്ന് നോക്കട്ടെ, ഒക്കുന്നത് നിങ്ങളുടെ വരാൻ ഞങ്ങളോട് നോക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കെയർ ഓഫിൽ സുവിശേഷം പറഞ്ഞോണം. അതാ ഞാൻ പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കേസോ വഴക്കോ വന്നാൽ നിങ്ങൾ ആരും അതിനകത്ത് അറിയണ്ട, ഞാൻ പൊക്കോളാം പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ. കാരണം എനിക്ക് അവിടെയും സുവിശേഷം അറിയിക്കാമല്ലോ. പൗലോസിൻ്റെ അവസാന യാത്രയിൽ ഇവിടെ എല്ലാം കയറി സുവിശേഷം അറിയിച്ച പോലെ ഞങ്ങൾക്ക് എവിടെയെല്ലാം പോയില്ലയോ ശമൽ ബ്രദറെ. CIയോടെ, പോലീസുകാരോട്, പിന്നെ മറ്റു പല പാർട്ടികളോടും, പഞ്ചായത്തുകാരോടും മുനിസിപ്പാലിറ്റിക്കാരോടും എല്ലായിടത്തും കയറി അവസരം കിട്ടി. ഇതിനോടനുബന്ധിച്ച് സുവിശേഷം പറയുകയും ചെയ്തു. പുസ്തകവും കൊടുത്തു, പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ പുസ്തകവും വിതരണം ചെയ്തു. അപ്പോൾ കിട്ടുന്ന ചാൻസുകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വായിച്ച വാക്യം ലാസ്റ്റ് വായിച്ചത്, യൗവനക്കാരൻ കന്യയിൽ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രിമാർ നിന്നെ വിവാഹം ചെയ്യും. പുത്രിമാർ നിന്നെ, ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ മണവാളൊരു കസേരയിരിക്കും, ഇപ്പുറത്തെ മണവാട്ടിയല്ല. ദൈവരാജ്യം നിങ്ങളിൽ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, അത് നിങ്ങളിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ദൈവരാജ്യം എത്രത്തോളമായി. യേശു പറഞ്ഞു 30, 60, 100, പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. അപ്പോൾ നമ്മൾ വളർന്ന് പുതിയ യെരൂശലേമായി തീരുമ്പോഴാണ് മണവാട്ടി. ആ മണവാട്ടിയായി തീരുമ്പോൾ ക്രിസ്തു നമ്മളിൽ പൂർണ്ണരായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ക്രിസ്തുവും സഭയും പിരിക്കാനൊക്കത്തില്ല. ഇത് രണ്ടല്ല ഒന്നത്രേ, ഈ മർമ്മം വലിയത്. അപ്പോൾ ക്രിസ്തു നമ്മിൽ, മണവാട്ടിയും നമ്മിൽ. പഴയ മനുഷ്യൻ പോയി, മണവാട്ടിയും എന്നിലുണ്ട്. അത് നമ്മൾ സന്തോഷിക്കുന്നത്. നമ്മൾ ഈ തുള്ളിയെ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താ? രണ്ടും നമ്മളിലുണ്ട്, അത് പുറത്തല്ല. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ നിങ്ങളിൽ വസിക്കുന്നു. അല്ലാതെ അവിടെ പോയി വസിക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. അവിടെ പോയതിനു ശേഷം ഇതേ സന്തോഷം തുടർന്നു പോവുകയാണ്. മണവാളൻ മണവാട്ടി സന്തോഷിക്കുന്ന പോലെ വായിക്കാം. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. ഇതാണ് പുതിയ യെരൂശലേം. അല്ല അവിടെ പണിയുന്ന കെട്ടിടമല്ല. അവിടെ അങ്ങനെയുള്ള കെട്ടിടമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഈ ഭൂമിയിലെ എസെക്കിയേൽ 40-ാം അധ്യായത്തിൽ കാണുന്ന കെട്ടിടമാണ്. അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവാണ്. അതിന് കെട്ടിടമൊന്നും വേണ്ടല്ലോ. വേണോ? അവിടെ കെട്ടിടമൊന്നും വേണ്ട. രൂപാന്തരം പ്രാപിച്ച മനുഷ്യർ കെട്ടിടത്തിലല്ല കിടക്കുന്നത്. ദൈവ സാന്നിധ്യം കൊണ്ടുണ്ടാക്കപ്പെട്ട പുതിയ യെരൂശലേമാണ്. അതൊന്നും വിവരിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ പറഞ്ഞ വിവരണമൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരാൻ നമ്മൾ പ്രോഗ്രസ് പുതുക്കിയോണം. അങ്ങനെ ആയിത്തീരുന്നിടത്ത് അവരെന്തില്ല, കണ്ണീരില്ല. വായിച്ച 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ കണ്ണീരില്ല. പിന്നെ പാസ്റ്റർ ബോബി ഒരു പാട്ടുണ്ടാക്കിയിരുന്നു, നല്ല മനോഹരമാണ്. തീട്ടും തീരിടും തീ ചൊല്ലും തീങ്കും തിളത്തവനതിനുൾ കടന്നിടുവാരുന്ന. അപ്പം അശുദ്ധനും കള്ളം പറയുന്നതിനൊന്നും അതിൽ പ്രവേശിക്കത്തില്ല. വായിച്ചേ വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ഇത് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് പ്രിയരേ. അതിന് ഗ്രേഡുണ്ട്. അതാണ് 30. ചില വിശ്വാസികൾക്ക് മേലക്കാർ 30% നിൽക്കും.
പിന്നെ അവർ വളരത്തില്ല, അവർ ആഗ്രഹമില്ല. ചിലർ 60%, എന്നാൽ ചിലർ പിന്നെയും മുന്നോട്ട് പോയി 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 ക്രിസ്തുവിൻ്റെ കാന്ത മണവാട്ടിയായിത്തീരും. അപ്പോൾ അവർ ഈ സന്തോഷമുണ്ട്. അവരുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. അത് നിത്യസന്തോഷമുള്ളതായിട്ട് മാറും. ഇത് നമ്മളിൽ പ്രാപിച്ചോളാം. അപ്പോൾ നമ്മളിലെ അശുദ്ധികളെല്ലാം നീക്കണം. ദിവ്യാഗ്രഹവും ജഡസ്നേഹവും എല്ലാം മാറ്റി 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 ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം. അവരാണ് മണവാട്ടി. അപ്പോൾ മണവാളനും തമ്മിൽ പിന്നെ മണവാട്ടിയും. അപ്പോൾ നമ്മളിൽ ഈ പണി കഴിയുമ്പോൾ ക്രിസ്തു വന്നിരിക്കും. അത് രഹസ്യവരവിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതൊരു മർമ്മമാണ്. അത് എല്ലാവർക്കും മനസ്സിലാകത്തുമില്ല. ഈ രഹസ്യവരവ് എന്ന് പറയുന്നത് മധ്യാകാശത്തിലല്ല വരുന്നത്. മേഘത്തിൽ വെളിപ്പെടുന്നു പറഞ്ഞാൽ അത് വേറെ സംഭവം. ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ, വേലക്കാർക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരൊറ്റ കോൺസെപ്റ്റേ ഉള്ളായിരുന്നു. അന്ന് ദൂതൻ പറഞ്ഞ വിശേഷമാണ് പത്രോസ് പോലും വിശ്വസിച്ചത്. അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനങ്ങളൊന്നും അത്രയും ഡീപ്പായിട്ട് കാണുന്നില്ല. അവർ വിശ്വസിച്ച് യേശു ഇപ്പോൾ തുടങ്ങി വരും, വീണ്ടും ഭൂമിയിലേക്ക് വരും. പക്ഷെ പിന്നീട് പൗലോസ് അപ്പോസ്തലൻ്റെ കാലം വന്നപ്പോഴാണ് ഇതാഴത്തിൽ പഠിച്ച് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത്, ഈ മർമ്മം വലിയത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ, വായിച്ചേ കൊലോസ്യർ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അത് പൂർവ്വകാലങ്ങൾ മറിഞ്ഞിരുന്നതും ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുമായ ആ സത്യം പൗലോസിൽ കൂടാണ് ആ സത്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ആ മർമ്മം 2-ന്റെ എത്രയാ 27-ാം വാക്യം വായിച്ചേ. 1:27. കൊലോസ്യർ 1:25 മുതൽ വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണ നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നോക്കട്ടെ, പത്രോസ് പോലും പൗലോസിൽ നിന്നാണ് അത് കേട്ട് പഠിച്ചത്. പൗലോസിന് പരിശുദ്ധാത്മാവ് കൊടുത്തു. പത്രോസ് വിശേഷ പ്രാസംഗികനായിരുന്നു, ഇടയനായിരുന്നു, നല്ല മേയ്പ്പനായിരുന്നു. പക്ഷേ ഇത്രയും സത്യങ്ങൾ അവന് വെളിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പാസ്റ്റർ പോളിൻ്റെ കാലത്തിൽ പാസ്റ്റർ പോൾ ഈ വിശ്വാസ ജീവിതം സ്ഥാപിച്ചെങ്കിലും പാസ്റ്റർ ആൽവിൻ വന്നതിന് ശേഷമാണ് ഈ ഉപദേശങ്ങൾ ഡീപ്പായിട്ട് വെളിപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ ആൽവിൻ മാത്രമാണോ? അല്ല, ആദ്യം നൂറ്റാണ്ട് പൗലോസിന് വെളിപ്പെട്ടു. പിന്നെ പാസ്റ്റർ ആൽവിൻ്റെ കാലത്ത് മുമ്പ് ജീവിച്ചിരുന്ന വാച്ച്മാൻ നീ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, ചൈനയുടെ, അതായത് കമ്മ്യൂണിസ്റ്റ് രാജ്യ ഭരണത്തിൻ്റെ തിക്താനുഭവങ്ങൾ പ്രാപിച്ച് ജീവിച്ചതായ വാച്ച്മാൻ നീ തൻ്റെ ഗ്ലോറിയസ് ചർച്ചിനകത്ത് പല പുസ്തകങ്ങളും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പാസ്റ്റർ ആൽവിനും വെളിപ്പെട്ടു. ഇപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. കാലസമ്പൂർണ്ണത അത് നിറവേറുന്നിടം വരെ താഴ്മയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാളെ കുത്തകയല്ലത്. വായിച്ചേ, താട്ട് വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ആ ക്രിസ്തു എന്ത് ചെയ്യണം? എഫേസ്യർ 3:17 വായിക്കുമ്പോൾ ആ ക്രിസ്തു വിശ്വാസത്തിൽ വളർന്നു വരണം. അപ്പോൾ ഓരോരുത്തർ ക്രിസ്തു എങ്ങനെ വളരുന്നത്? വചനമായും ആത്മാവായും. ക്രിസ്തു വെളിപ്പെട്ട 2 മുഖാന്തരം, ഒന്ന് വചനമായും ആത്മാവായും. അപ്പോൾ ആ ക്രിസ്തു നമ്മൾ വളരണം. അല്ലാതെ പെന്തിക്കോസ് പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകരുത്. അത് അബദ്ധമാണ് പ്രിയരേ. ഇതിനകത്ത് ഞാൻ തുറന്നു പറയാം, ഒരു കൂട്ടം വേലക്കാർക്ക്, വിശ്വാസികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല, വെളിപ്പാടില്ല. അവർ സംഘടനയെ സ്ഥാപിച്ചുകൊണ്ട് മതമാക്കിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനകത്ത് കുറേ അധികാരമുണ്ട്, സ്ഥാനമുണ്ട്, സുജീവിതമുണ്ട്. സന്തോഷത്തിന് നിലനിർത്താൻ വേണ്ടി ഇതിനെ മതമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. അവരെല്ലാം തീപ്പൊയ്യിൽ പോയി വീഴും. അതാണ് എന്നോടുള്ള പ്രയാസം. യഥാർത്ഥ വിശ്വാസികൾക്കല്ല, യഥാർത്ഥ വേലക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരും. ഇതിനെ മതമാക്കിക്കൊണ്ട് വീണ്ടും അവരുടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വലിയ കസേരയിലാണ്, നിങ്ങളൊക്കെ താഴെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വേലക്കാർ ഞങ്ങളുടെ ഉണ്ട്. അവരും അജ്ഞരാണ്. ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല. മണവാളനും മണവാട്ടിയും ആർക്കും ആകാം. ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കണം. അതാണ് 2-ാം ഭാഷത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുന്നു. ഏത് സ്നേഹം? ജഡിക സ്നേഹമുണ്ട്, പ്രാകൃത അമ്മയപ്പനും മക്കളും എല്ലാം ഇല്ലേ, അതൊക്കെ കുറേ കഴിയുമ്പോൾ തീർന്നു പോകും. ആ സ്നേഹം ഇതിനകത്ത് കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നു. പാഷന്മാരും മദർമാരും മക്കളെ, കുഞ്ഞുങ്ങളെ, പിള്ളേരെ എന്നൊക്കെ വിളിച്ചത് അതൊക്കെ വെറും പ്രാകൃതവും ജഡസ്നേഹമാണത്. അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ പിശാച് വളരും. അതാണ് അവരാഗ്രഹം. കാരണം അവർക്ക് ആത്മീയമില്ല, ആത്മീയ വെളിപ്പാടില്ല. അതുകൊണ്ട് ജനത്തെ ക്രിസ്തുവിൽ വളർച്ചയല്ല, വീണ്ടും പിള്ളേർ ഒരേ ഫോമിൽ ഒപ്പിട്ടിരിക്കുന്ന വേലക്കാരെങ്ങനെ പിള്ളേരാകുന്നത്? ഇവിടെ ഇരിക്കുന്ന ഇവരും ഞാനും എല്ലാം ഒരേ ഫോമിനകത്ത് ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരെ ഒരു കൂട്ടർ പിള്ളേരാക്കി മാറ്റി. പിള്ളേരെന്ത് ചെയ്യണം? ഇവരെ അനുസരിക്കണം. ഈ ഒരു ജഡിയ ശക്തി ഈ പെന്തിക്കോസ്റ്റ് മിഷനും കയറിയിട്ടുണ്ട്. നല്ലതാ, എന്തെങ്കിലും കാര്യം സാധിക്കും പിള്ളേരെ ഓമനിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ അവർ ചിലപ്പം എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് കാര്യത്തിന് വരുമ്പം പണിക്കിറങ്ങുമ്പോൾ അവരെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചെങ്കിലും അവർ വരത്തുള്ളൂ. പക്ഷേ അത് ശരിയല്ല, മനസ്സിലാകുന്നു.
അതാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചതെന്താ? നിങ്ങളെൻ്റെ സഹോദരന്മാർ. പോകാൻ നേരത്ത് എന്ത് പറഞ്ഞു? നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ. ഈ കോൺസെപ്റ്റ് വേണം പോകാൻ. അല്ല അപ്പച്ചൻ, വലിയപ്പച്ചൻ, കൊച്ചപ്പച്ചൻ, പിന്നെ കൊച്ചമ്മച്ചി. ഇന്നലെ മാസയോഗത്തിനടുത്ത് സാക്ഷി പറയുന്നത് കേട്ട്, ഞങ്ങളുടെ സഭയിൽ 2 പേരുണ്ട്, വല്യമ്മച്ചിയും കൊച്ചമ്മച്ചിയും. സെൻറ്ററുകാർ സമ്മതിക്കുമോ? അവിടെ അല്ല വല്യമ്മച്ചും കൊച്ചമ്മച്ചും. ഉടനെ പാസ്റ്റർ എഴുന്നേറ്റ് അതിനെ തട്ടുന്നുണ്ട്. അതാ കാരണം വല്യമ്മച്ചും കൊച്ചമ്മച്ചും അവിടെ ഇരിക്കാവുള്ളൂ. ഇവിടെ ആരാ? കൊച്ചു സിസ്റ്ററും വലിയ സിസ്റ്ററും. അപ്പോൾ വല്യമ്മച്ചും കൊച്ചമ്മച്ചും എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ തട്ടിക്കളഞ്ഞേനെ. കാരണം വല്യമ്മച്ചും കൊച്ചമ്മച്ചും അവിടെയേ ഉള്ളൂ. ഇങ്ങനെയുള്ളതായി വേർകൃത്യങ്ങൾ മനുഷ്യൻ്റെ അജ്ഞത മൂലം ഉണ്ടാകുന്നതാണ്. അത് സമുദായങ്ങളുണ്ടായിരുന്നു, ജാതികളുണ്ട്, ഇവിടെയുണ്ട്. ഇപ്പോൾ പാദപൂജ കണ്ടില്ലേ? അധ്യാപകരുടെ പാദത്ത് നല്ല മനസ്സോടെ താഴ്മയും ചെയ്യുന്ന കൊള്ളാം, പക്ഷേ അതൊരു മത ആചാരമായിട്ട് മാറരുത്. അത് അപകടമാണ്. ഇതുപോലെ ഇതിനകത്ത് നിങ്ങൾ എന്നെ കാണേണ്ട അപ്പച്ചനാണ്. എനിക്കത് കേൾക്കുന്നേ ഇഷ്ടമല്ല. ഞാൻ യേശുവിനെ മാത്രമേ അപ്പച്ചാന്ന് വിളിക്കത്തുള്ളൂ. പിന്നെ പലപ്പോഴും തമാശനും എല്ലാം പറയുന്നതല്ലാതെ അതും പറയാനൊക്കത്തില്ല. ഞാൻ ഈ അടുത്ത കാലം വരെ എല്ലാവരും പറയും എന്നെ ബ്രദറെന്ന് വിളിക്കും. ഇപ്പം കേട്ട് പിന്നെ അതിന് വേണ്ടി മെനക്കെടാൻ പോകുന്നില്ല. അത്ര സമയം കൂടെ ബൈബിൾ പഠിക്കാൻ പോകും. അപ്പച്ചൻ, കുപ്പച്ചൻ, അമ്മച്ചി, ഉമ്മച്ചി വേണ്ടാത്ത എല്ലാ സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സഭയെ ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെടുത്തുന്ന ഒരു കൂട്ടം പരിജ്ഞാനമില്ലാത്ത വേലക്കാരും വിശ്വാസികൾ എല്ലായിടത്തും ഉണ്ട്. മനസ്സിലാവുന്നു? അത് പാടില്ല. കാരണം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ. നാം ഇനി 2 അല്ല, ഒന്നത്രേ. അതുകൊണ്ടാണ് ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ആ ക്രിസ്തു എന്ത് ചെയ്യണം? വളരണം. യോഹന്നാൻ പറഞ്ഞ പോലെ ഞാനോ കുറയണം, അവനോ വളരണം. വായിച്ച് എഫേസ്യർ 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ലോകത്തിൽ കാണുന്ന ഒരു മാനുഷ്യ സ്നേഹവും പൂർണ്ണതയിലെത്തത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്ന വേലക്കാർ നിങ്ങൾക്ക് അനുകൂലമാണ് സ്നേഹിക്കുക, അല്ലെങ്കിൽ പറപ്പിക്കും. വേലക്കാരിയല്ല വിശ്വാസികളെ സ്നേഹിക്കും. കാരണം എന്താ? അത് നമ്മൻ്റെ ജാതിയാണ്, അല്ല നമ്മൻ്റെ ഭാഷയാണ്, അല്ല നമ്മുടെ നാട്ടുകാരാണ്. ഇതൊക്കെ അതിനകത്തില്ലേ? ഉണ്ടല്ലോ. ഇല്ലെന്ന് പറയാനൊക്കുമോ? അപ്പോൾ അതെല്ലാം മാറ്റിയില്ല. നീ ഒന്ന് സ്വർഗത്തിൽ പോകത്തെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാണ് നിനക്ക് സ്വർഗത്തിൽ പോകാത്ത കാര്യം നീ എന്തിനാണ് കൊണ്ട് നടക്കുന്നത്? നീ വിഡ്ഢികളല്ലേ? നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടാത്ത കാര്യം പിന്നെ നീ എന്തിനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അത് ഭാഷയായാലും ജാതിയായാലും ഇനമായാലും കളറായാലും പിന്നെ നിനക്കെന്താ ആവശ്യം? എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? എടാ, നീ സ്വർഗത്തിൽ പോകാത്ത കാര്യം നീ ഒന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? പറ. അതുകൊണ്ടാണ് നമുക്ക് ഭാഷയില്ല, ജാതിയില്ല എന്ന് ചെറുപ്പം പോലെ പഠിപ്പിച്ചത്. എല്ലാ ജാതി ഭാഷക്കാരും നമുക്കൊന്നാണ്. ജനഗണമനയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട്, വചനമുണ്ട്. ഇത് മനസ്സിലാക്കാത്ത പോഷന്മാർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെ വേലക്കാർ, അവരാണ് ഈ വേലയ്ക്ക് ഇപ്പോൾ ശത്രുക്കളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ അറിവ് പ്രാപിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നേരത്തെ ഒരുപാട് പേര് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോൾ പലർക്കും പേടിയാണ് പ്രസംഗിക്കാൻ. കാരണം അവരുടെ സാധനം പോവും, മാനം പോവും. അല്ലെങ്കിൽ അങ്ങനെ പിശാച് കയറി പെന്തിക്കോസ്ത് സഭയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ ആ സ്നേഹം എന്ന് പറയുന്നത് മാനുഷ്യ സ്നേഹമല്ല. ഒരു മാനുഷ്യ സ്നേഹം കൊണ്ടും ഈ വേലയ്ക്ക് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ടാണ് റോമർ 5:5 വായിക്കുമ്പോൾ ഈ സ്നേഹം പരലോകത്തുനിന്ന് തന്നെ വരണം. വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇനി ഇവർ ഈ ഭയങ്കര സ്നേഹം പറഞ്ഞ് ഇങ്ങനെ ഒലിപ്പിക്കുന്ന പാർട്ടികളുണ്ടല്ലോ. ഒരു വിഷയം പറയട്ടെ, നേരെ ശത്രുവായി തീരുകയാണ്. ഏതാ? യാതൊരു പരിഗണനയില്ലാതെ അവരെ കാട്ടിക്കൊടുത്ത് ശത്രുക്കളായി നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്തോ ഈ അഭ്യാസം കൊണ്ട് ആവശ്യമുണ്ടോ? ഈ ജഡിക പ്രാകൃത സ്നേഹം കാണിച്ച് വെറുതെ തട്ടിപ്പ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വളരണം. ഞാനും നീയൊക്കെ ക്രിസ്തുവിൽ ഒരുപോലെ ആയിത്തീരണം. അല്ല ഉപദേശി ശ്രേഷ്ഠതും വിശ്വാസി താഴെയും ചെറിയ സഹോദരി അങ്ങനെയല്ല. നിങ്ങളെല്ലാം വളരണം. ആ വളർച്ചയിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പിശാചിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ ഒക്കത്തില്ല. അത് ഏത് ഭാഷയായാലും മതറായാലും ശരി. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കുന്ന വചനമായും പരിശുദ്ധാത്മാവായിട്ടാണ്. അതിനോട് ചേർന്ന് നോക്കണം, സ്നേഹത്തിൽ വേരൂന്നുണ്ട്. ഏത് സ്നേഹം? മാനുഷ്യ സ്നേഹമല്ല. വായിച്ച്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മ സ്നേഹം കളയരുത്. അതാണ് ആദ്യ സ്നേഹം. ആ സ്നേഹം കളഞ്ഞിട്ട് കുമളി സ്നേഹം, പ്രാകൃത അല്ലയോ? പണ്ട് ഞാൻ ഇവിടെ വന്നൊരു വാക്യം വായിപ്പിച്ചില്ലയോ? ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഹാ ബുദ്ധിയില്ലാത്ത കുമളിക്കാരെന്ന് പറഞ്ഞപ്പം കുമളിയിലെ ചില അച്ചായന്മാർക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ആരും വായിക്കുന്നില്ല. സൗകര്യമാർ പോലും പേടിച്ചിട്ട് വായിച്ചില്ല. കാരണം ഭാഷങ്ങ് പോകും, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കേണ്ടതാണ്, യവന്മാർ സമ്മതിക്കലെന്ന്. അപ്പോൾ ഈ കുമളി പിശാചി ഇവരുടെ തലയ്ക്കകത്ത് കയറി. അപ്പോൾ പാവപ്പെട്ട നമ്മൾ അച്ചൻകുഞ്ചാൻ പുള്ളി എടുത്ത് വായിച്ചു. അനന്തരവന്മാരാരാണ്ട് കേട്ടോ, സോറി
വീട്ടിൽ പോയി പുള്ളി വരട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനാണ് വായിച്ചു കൊടുക്കുന്നത്? അത്രയ്ക്കും അഹങ്കാരവും അഹന്തയും അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് നമ്മുടെ ആളുകൾ കയറിയിരിക്കുന്നത്. നിനക്കെന്നെയാണ് കുമളി, നീ മാത്രമാണോ കുമളിയിൽ? ഇവിടെ എന്തുമാത്രം മനുഷ്യരുണ്ട് ഇല്ലയോ? അപ്പോൾ കുമളി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളാണ്. പണ്ട് പള്ളിപ്പാട്ടുകാർ, ഉമ്മന്നൂറുകാർ, പിന്നെ പാമ്പാടിക്കാർ, ഇങ്ങനെ ഓരോന്നിനും പൊങ്ങി പൊങ്ങി ഇരിപ്പുണ്ട്. അതിൽ കുമളി ഞങ്ങൾ വിശേഷത. എന്തുവാടാ യഹൂദൻ എന്താ വിഷയം, നിനക്കെന്താ വിശേഷത? ഞാനിവിടെ വന്ന് സഭ എടുക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തൊന്നും പോലൊന്നും പറയണ്ട. എന്തുമാത്രം യുദ്ധം ചെയ്താൽ ഈ പരുവത്തിൽ സഭയാക്കി തീർത്തുക. ഇതെല്ലാം മനസ്സിലാക്കണം. അത് നീ സ്വർഗത്തിൽ പോകേണ്ട കാര്യങ്ങളായി പറയുന്നത്. അല്ല നീ കുമളിയെ സ്നേഹിച്ച്, ജാതിയെ സ്നേഹിച്ച്, ഭാഷയെ സ്നേഹിച്ച് കിടന്നാൽ നരകത്തിൽ പോകും. അവിടെ കിടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് കർത്താവ് ചോദിക്കും, നീ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് എന്നോടും ചോദിക്കും. അത് വരാതിരിക്കാനീ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിൽ വധിച്ചതിന് ശേഷം സ്നേഹത്തിൽ വേരൂന്നണം. അപ്പോൾ രണ്ട് വിധമായ വേരുണ്ട്. ഒന്ന് സ്നേഹത്തിൻ്റെ വേര്. ഏത് സ്നേഹം? അപ്പച്ചോ, അമ്മച്ചിയെ, കൊച്ചമ്മേ, ഇതൊന്നും അല്ല സ്നേഹം. എന്ത് കുന്തമെങ്കിലും വിളിച്ചോ, പക്ഷേ അകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹമല്ല മറ്റൊന്നും വിളിക്കരുത്. ആ സ്നേഹം ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മിഷനിൽ വലിയ ദോഷം വരുന്നത്, ലോകത്തിൽ ദോഷം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നണം. വേരൂന്നി വായിക്കാം. അടിസ്ഥാനപ്പെട്ടവരായി അടിസ്ഥാനപ്പെടണം. ഉപദേശത്തിൽ, വചനത്തിൽ അടിസ്ഥാനപ്പെടണം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ, ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് ആരോട്? സകല വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാ? വേലക്കാർ മാത്രമല്ല. ഞാനൊക്കെ വിശ്വാസിയിൽ നിന്നാണ് ഉപദേശം ആദ്യം പഠിച്ചത്. നെടുമുടി സഭയിൽ വരുമ്പോൾ ഞാൻ ഉപദേശം പഠിച്ച വേലക്കാരനല്ല. അന്നിരുന്ന് വേലക്കാരൻ ഉപദേശം അത് അറിയത്തില്ല. പാവപ്പെട്ടൊരു മനുഷ്യനാണ്, പുതിയ ആളാണ്. അന്ന് എന്നെ ഉപദേശം പഠിപ്പിച്ച കൊച്ചുണ്ണി സാറ്, പടവരയ്ക്കൽ കൊച്ചുണ്ണി സാറ്, ചെറിയാച്ചായൻ, കറിയാച്ചായൻ, ഇവരാണ് ഞങ്ങൾക്ക് ബേസിക്കലി ഉപദേശങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അപ്പം വിശ്വാസിയായാലും വേലക്കാരനായാലും നമ്മൾ ആരിൽ നിന്ന് പഠിക്കാം? ദൈവത്തിൽ നിന്ന് പഠിക്കാം, വചനം പഠിക്കാം. അങ്ങനെ സകല വിശുദ്ധന്മാരോട് പഠിച്ച് വായിക്കാം. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും. പരിജ്ഞാനത്തിലെത്തും, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇതാണ് പെർഫെക്ഷനിലേക്ക് വരുന്നത്. അല്ലാതെ സഭയുടെ വലിപ്പമോ ഹോളിൻ്റെ വലിപ്പമോ 10 ആത്മാക്കൾ കൂടി ഒന്നുകൊണ്ടൊന്നും കാര്യമില്ല. എങ്ങനെയെങ്കിലും കുറേ പേര് പെന്തിക്കോസ് ചെയ്യാത്ത മുഖ്യമുണ്ട്. ഇവിടെ അങ്ങനെ മുഖ്യവരും ഇതിനകത്തുണ്ട്. യാതൊരു വിധമായ വചനം അറിയാതെ മുഖ്യവരും ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇപ്പോൾ അവരൊക്കെ കുറച്ച് പിക്കപ്പായി വരുന്നു. അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ കാലത്ത് 10 പേര് സ്നാനപ്പെടുമെന്ന് പറഞ്ഞ് ചില മുക്കുന്നവരുണ്ട്. TPM അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അതിനെ ശരിക്കും മനസ്സിലാക്കി അവരെ ഗ്രഹിപ്പിച്ചതിന് ശേഷം സ്നാനപ്പെടുത്തുള്ളൂ. ഇനിയിപ്പോൾ തലമുറയാണ് കളയാൻ നോക്കുമോ? ഇപ്പോൾ 3, 4 തലമുറ ഈ പിള്ളേരെ കൊണ്ട് കളയാൻ നോക്കുമോ? അപ്പോൾ അവരെയും പിടിച്ച് കല്യാണം ആകുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്തും. കല്യാണം കഴിക്കണം, സ്നാനപ്പെടുത്തണം. അങ്ങനെ ഇല്ലേ? ഉണ്ടല്ലോ, എനിക്കറിയാമല്ലോ. വചനം ABCD അറിയാത്ത പിള്ളേരെ കൊണ്ട് സ്നാനപ്പെടുത്താറുണ്ട്. അവർ പഠിക്കത്തുമില്ല, അവർക്കൊന്നും ആവശ്യമില്ല. ഞങ്ങളൊക്കെ സമുദായത്തിൽ ജീവിച്ച പോലെ ഇവരും ജീവിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ വളർന്നു വരുന്ന നീളം, ഒന്നുകൂടെ വായിച്ച നീളവും വീതിയും ആഴവും ഉയരവും വായിക്കാം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. ആരുടെ നീളവാ വരുന്ന? പാഷന്മാരുടെ നീളവും വീതിയാണോ? കുറേ നാളായി പാഷയുടെ നീളവും നടക്കാൻ നോക്കിയിട്ടില്ലേ? എത്രയുണ്ട്? 5 അടി 11.5 ഇഞ്ചുണ്ട് കേട്ടോ. ആ നീളം അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീതി അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആരുടെയാ? ക്രിസ്തുവിൻ്റെ നീളവും വീതി. ഇതാണ് പുതിയ യെരൂശലേം. ആരാ പുതിയ യെരൂശലേം? നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ നീളവും വീതി ആരോട് സമമാകണം? ക്രിസ്തുവിനോട്. എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് 21-ാം അധ്യായത്തിൽ 2 വാക്യമുണ്ട്. നഗരം അളന്നു. നഗരം അളന്നപ്പോൾ 2 സമം. പഞ്ചായത്തുകാർ വന്ന് നമ്മൾ പണിയുന്ന ആരാധനകളും പാർക്കിങ്ങും പണി തീർന്നു കഴിയുമ്പോൾ അവർ അളവായിട്ട് വരും. ഇതും പ്രകാരമാണ് പണിതിരിക്കുന്നത്. അതിനകത്ത് കോൺട്രാക്ടർക്ക് താല്പര്യവും പാർഷർക്ക് താല്പര്യം, സെൻട്രൽ പാർക്ക് താല്പര്യം പറഞ്ഞാൽ പൊളിച്ചേക്കാൻ പറയും, സാങ്ഷൻ തരത്തില്ല. അപ്പോൾ പ്ലാൻ പ്രകാരം പണിയണം. വായിച്ചേ. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും. വാക്യം പറ. 21-ന്റെ വെളിപ്പാട് 21-ന്റെ 15-ാം വാക്യം. 15-ഉം 16-ഉം വായിച്ചേ. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. ഇതെന്തോ സമം? കെട്ടിടത്തിൻ്റെ ആണോ? തലയ്ക്കകത്ത് കയറുന്നുണ്ടോ? ഇത് കെട്ടിടമല്ല, നിങ്ങളും ഞാനുമാണ്. നമ്മൾ ആരോട് സമനായിരിക്കണം? ഏത് മനുഷ്യനെയും ക്രിസ്തുയേശുവിൽ. അപ്പോൾ നിങ്ങളുടെ നീളവും വീതി ആഴവും ഉയരം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വലിപ്പം, ക്രിസ്തുവിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ.
അതാണ് 4 സുവിശേഷം, 4 ജീവികൾ. സുവിശേഷം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഏതൊക്കെയാ? സിംഹം, കാള, മനുഷ്യമുഖം, പിന്നെ സിംഹം, ഇത് കഴുകുമുഖം. എന്താ ഇതിനെ കാണിക്കുന്നത്? ഇതൊക്കെ പഠിച്ച് അകത്തിരിക്കുന്നതിന് ഇത് കേൾക്കുമ്പോഴേ വികസിക്കും. അല്ലാത്തതിന് എന്തുവാണ് കാളമുഖം, കഴുകുമുഖം എന്തുവാ? ഇത് പഠിക്കണം, ഇതാ പഠിക്കേണ്ടത്. ഇതൊന്നും പഠിക്കാതെ ഇങ്ങനെ രോഗശാന്തിക്ക് നടന്ന്, അല്ല ഗൾഫിൽ പോകാൻ വേണ്ടി, അമേരിക്കയിൽ പോകാൻ വേണ്ടി, അയർലൻഡിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടന്നാൽ ഇത് കിട്ടത്തില്ല മക്കളെ. ഇതൊന്നും ദൈവരാജ്യത്തിൽ പോയാൽ പ്രയോജനപ്പെടുത്തുമില്ല. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ട സമയത്ത് പഠിച്ചു വരുമ്പോൾ മനസ്സിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അതാണ് 4 സുവിശേഷം, 4 മുഖങ്ങൾ. ഏതൊക്കെയാ? മത്തായി വിശ്വാസത്തിൻ്റെ പൂർണ്ണത, 2 മർക്കോസ് ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവർ, സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകും, 4 വിശുദ്ധിയുടെ പൂർണ്ണത, 2 കൊരിന്ത്യർ 1:5-23-24. ഇങ്ങനെ 4 പൂർണ്ണതയാണ് ക്രിസ്തുവിലുള്ളത്. എന്നാൽ പഴയ നിയമവിശുദ്ധന്മാർക്ക് ന്യായപ്രമാണ കാലത്തിലുള്ള ആളുകൾക്ക് ഒരേ മുഖമുള്ളായിരുന്നു. അവർക്ക് ഒന്നുകിൽ കഴുകുകയാണ്. യോസേപ്പിന് വിശുദ്ധി ഉണ്ടായിരുന്നു, പക്ഷേ ഇതില്ല, ദൈവഹിതം ചെയ്യാൻ മറന്നുപോയി. അന്യജാതിക്കാരത്തിയല്ല അവൻ കല്യാണം കഴിച്ചത്. ഇത് അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ മോറൽ ലൈഫ് പോയി. ഇസഹാക്കിന് വിശുദ്ധി ഉണ്ടായിരുന്നു, പക്ഷേ പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു. മൂത്തവനോട് സ്നേഹം, ഇറച്ചിയോട് സ്നേഹം. ഇറച്ചി കൂടുതൽ നിന്നുകൊണ്ട് കണ്ണും പോയി കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇങ്ങനെ പഴയ വിശുദ്ധന്മാർ, അല്ലെങ്കിൽ ന്യായപ്രമാണ വിശുദ്ധന്മാർക്കും പഴയ വിശുദ്ധ ഓരോ ഇതിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 24 തനി സീറ്റും പിന്നെ സിംഹാസനത്തിൽ 4 ജീവികൾ. ആ 4 ജീവികൾ ഈ പറഞ്ഞ മുഖങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ മുഖമുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ സമ്പൂർണ്ണ മുഖം, ചതുർമുഖ വർണ്ണൻ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ പറയത്തില്ലേ, ചതുർമുഖ വർണ്ണൻ, 4 മുഖങ്ങളുടെ വർണ്ണത്തോടു കൂടിയവൻ ആരോ അവൻ ബഹുബ്രീവി സമാസം കേട്ടോ. നീലകണ്ഠൻ, നീലയായ കണ്ഠത്തോടു കൂടിയവൻ ആരോ അവൻ, അതും ബഹുബ്രീയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അറിയാവിടെ സമാസങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ പര്യായങ്ങളാണിത്. അപ്പോൾ അവനിൽ സർവസമ്പൂർണതയും, ഏത്? പിതാവിൻ്റെ സർവസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നു. ഏതാ? സ്നേഹം, വിശുദ്ധി, വിശ്വാസം, ദൈവഹിതം. ഇതെല്ലാം ക്രിസ്തുവിൽ നിറവേറി, മറ്റൊരുത്തിനും നിറവേറിയിട്ടില്ല. ആ പൂർണ്ണതയാണ് സഭ പ്രാപിക്കേണ്ടത്. അതാണ് അവൻ്റെ നിറവിൽ, ക്രിസ്തുവിൻ്റെ നിറവിൽ, അവൻ്റെ സമ്പൂർണ്ണതയിൽ നാം എത്തണമെന്ന് പറയുന്നത്. അല്ല ഇവിടുന്ന് കൈയടിച്ചുകൊണ്ട് കുറേ കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് 4 കെട്ടിടം പണിതുകൊണ്ടൊന്നും ആകുന്നില്ല. ഇതിൽ വളരണം. ആ വളരുന്നവരാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമായി തീരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കുറേ പേര് പോകുന്നുണ്ട്. അതാണ് നീളവും വീതി ആഴം. അപ്പോൾ അവിടുത്തെ കെട്ടിടത്തിൻ്റെ അല്ലിത്. ഇവിടെ അവിടെ 1000 മുറി ഉണ്ടെങ്കിൽ നിനക്ക് ഒരു മുറി പോരെ കിടക്കാൻ, ഇല്ലയോ? തന്നെ രൂപാന്തരം പ്രാപിച്ച മനുഷ്യൻ ഇതിനാ മുറി. ഇതൊക്കെ അലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നീളവും വീതിയിലേക്ക് എത്തണം. അവൻ്റെ വിശ്വാസം, ക്രിസ്തുവിൻ്റെ വിശ്വാസം, ക്രിസ്തുവിൻ്റെ അറിവ്. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായ പ്രവാചകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടന്മാരായി, സുവിശേഷകരായി നിയമിച്ചു. അതിനാണ് അത് നാം എല്ലാവരും ദൈവത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും അറിവിലും ഒന്നാകത്തീരുന്നതിന് വേണ്ടിയും ആ പരിജ്ഞാനത്തിന് പൂർണ്ണതയിലെത്താൻ വേണ്ടി നോക്കണം. ഉണ്ടാക്കപ്പെടുമ്പടിയാകും. അപ്പോൾ ക്രിസ്തുവിൽ വരുന്ന വിശ്വാസം വേലക്കാരുടെ വിശ്വാസം ഒന്നായിരിക്കണം. ഇത് ഭയത്തോടെ താമസിക്കുന്നതല്ല, വിശ്വാസം ഒന്നാണ്. അത് ഒന്നായില്ലെങ്കിൽ നിങ്ങൾ എത്തത്തില്ല. വെള്ളസാരി കൊണ്ടോ വെള്ള ജുബ കൊണ്ടോ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ താഴ്ത്തി കെട്ടുന്നത്. ഇവരൊരു കൂട്ടർ ഇതിനെ പൊക്കിക്കൊണ്ട് പോകും. ഏതാ? വേഷവിധാനങ്ങൾ ഇരിപ്പും മനോഹരം, എരിഹോ പോലെയാണ്. ഇരിപ്പ് മനോഹരം, പക്ഷേ വെള്ളം ചീത്തയും. ആ ശാപം നീങ്ങണമെങ്കിൽ കൃപയുണ്ടാകണം. പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയി. ഇത് പറഞ്ഞാൽ തലയ്ക്കകത്ത് കയറണ്ടേ? പിന്നെ നമ്മുടെ കഴുത്തിൽ പിടിക്കാൻ വരിക. പിടിച്ചു ദൈവത്തിൻ്റെ സമയമാകാതെ ഒരുത്തിനും തൊടാൻ ഒക്കത്തില്ല. അതാ വേറൊരു കാര്യം. അപ്പോൾ ഇത് തലയ്ക്കകത്ത് കയറുന്നില്ല. ഇപ്പം ഞങ്ങളുടെ കുറ്റമാണോ? അപ്പോൾ ക്രിസ്തുവാണ് നിങ്ങളിൽ പറയേണ്ടത്. നിങ്ങളാണ് പുതിയ യെരൂശലേം, അല്ല അവിടെയല്ല. അതിൻ്റെ നീളവും വീതി ആഴവും ഇതിനും സമം. മനസ്സിലാവുന്നു? ഇവിടെയാണ് ഈ മാനുഷ്യ സ്നേഹം ഇറക്കരുതെന്ന് പറഞ്ഞത്. അത് പിശാചാണ്. നിങ്ങൾ ഉപദേശം കൊടുക്കേ, വചനം കൊടുക്കേ, ക്രിസ്തുവിൽ മനുഷ്യൻ ഒന്നാക്കിയെടുക്കേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വായിച്ചു വാക്യം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. 12 × 100. 1200 അതിൻ്റെ അർത്ഥം എന്താ? 12 × 100 ആണ് 1200.
12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊണ്ട് 100 ദൈവത്തിൻ്റെ പൂർണ്ണതയിലെത്തണം. അതാണ് അതിൻ്റെ ആത്മീയ വ്യാഖ്യാനം. 1200 എന്ന് പറയുന്നത് 12 × 100. 12 അപ്പോസ്തലന്മാരെ കൊണ്ട് കിട്ടിയ ഉപദേശപ്രകാരം നാം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ ഏത് മനുഷ്യനെയും ക്രിസ്തു യേശുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവനെ ഞങ്ങൾ അറിയിക്കുന്നു. അവിടെ ചീഫ് പാസ്റ്റർക്കും സെൻട്രൽ പാസ്റ്റർക്കും ലോക്കൽ പാസ്റ്റർക്കും ഒന്നും സ്ഥാനമില്ല. അവിടെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷനിലേക്ക് നടത്തണം. അതാണോ സഭയിൽ? അതാണോ ഇന്ന് വിശ്വാസ വീട്ടിൽ? ക്രിസ്തുവാണോ മെയിൻ? ഞാൻ തിരുവല്ലയുടെ ലോക്കൽ ചെല്ലുമ്പോൾ പിന്നെ ആദ്യം വിസിറ്റിങ് പോകാം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പഴയ വിശ്വാസിയുടെ വീട്ടിലെ പഴയ വിശ്വാസികളാണ്, പക്ഷെ നല്ല വിശ്വാസികളാണ് കേട്ടോ, കുറവൊന്നും പറയാനില്ല. അവിടെ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് ബെല്ലടിച്ചു. ആദ്യത്തെ വിസിറ്റിങ്ങാണ്. അമ്മാമ്മ ഓടി വന്നു. അയ്യോ അച്ഛനോ, സ്വോത്രം 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 സ്വോത്രം. ഞാൻ ചോദിച്ചു, ഈ വീട്ടിലെ നായകൻ എന്ത് ചെയ്യേ? അയ്യോ അച്ഛാ മീൻ മാർക്കറ്റിൽ പോയിക്കാം, മീൻ വാങ്ങിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ഈ ബോർഡോ? അയ്യോ എന്നും പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ബോർഡ് നായകൻ, ഇപ്പോൾ അച്ഛാ മീൻ വാങ്ങിക്കാൻ പോയിരിക്കും. ഇങ്ങനെ അവരവർ ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ട്, ബോർഡ് ക്രിസ്തുവിനെ ഒട്ടിച്ച് വെച്ചിട്ട് മീൻ മാർക്കറ്റിൽ തോന്നിയെടുത്തെല്ലാം പോയി നടക്കുക. എന്നിട്ട് പറയുന്നത് എന്താ? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണരാണ്. അത് തലയ്ക്കകത്താണ് വെക്കേണ്ടത്, തലയ്ക്ക് പുറത്തല്ല, വീടിൻ്റെ പുറത്തല്ല എഴുതി വെക്കേണ്ടത്. നമ്മുടെ തലയ്ക്കകത്ത് എഴുതി വെക്കണം, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. അപ്പോൾ ക്രിസ്തു പറയുന്ന പോലെ ജീവിക്കാൻ തുടങ്ങും. അത് കുറവ് വരും. അതല്ല 30, 60, 100 എന്ന് പറയുന്നത്. അവിടെ ആരെയും കുറ്റം പറയരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന കുറ്റങ്ങളെക്കുറിച്ച് നമ്മളെടുത്ത് പറയുകയല്ല, പൊതുവായ സത്യം പറഞ്ഞിട്ട് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാൻ ആരും പേഴ്സണലി പറയുന്നില്ലല്ലോ, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഉദ്യോഗം. അതാണ് അപ്പോസ്തല വേല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഭയപ്പെട്ട് വരുന്ന വേലക്കാരൻ ഉണ്ടായിരുന്നാൽ അവൻ കള്ളനല്ലേ? അല്ല പേടിച്ചോണ്ട് അവന് ഭയപ്പെടുന്നവൻ സ്വർഗ്ഗത്തിൽ പോകുമോ? ആ വേലക്കാരൻ നഷ്ടപ്പെടും, നിങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വളരേണ്ടതാണ് ക്രിസ്തീയ മാർഗം. അത് നമ്മുടെ അകത്താണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. വായിച്ചേ യെശയ്യാ 55-ാം അധ്യായത്തിൽ പുതിയ നിയമസഭയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരു കൂട്ടരിൽ ഇതൊക്കെ ശരിയാ, നല്ല സഭ, ഉപദേശമുണ്ട്, വിശുദ്ധന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരി. അങ്ങനെയല്ല ഇന്നിരിക്കുന്നേ. ഒരു നല്ല ശതമാനം വിശ്വാസികളും വേലക്കാരിലും ഈ പറഞ്ഞ കാട്ടുമുന്തിരിങ്ങയല്ലേ. എന്താ കാരണം? തോട്ടത്തിൻ്റെ കുഴപ്പമാണോ? യെശയ്യാ 5-ാം അധ്യായം പെട്ടെന്ന് വായിച്ച്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ട് പാടും. ഫലവത്തായ ഒരു കുന്നിന്മേൽ, എൻ്റെ പ്രിയന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ. ഏറ്റവും ഫലവത്തായത് നിങ്ങൾ പറയുമല്ലോ, പെന്തിക്കോസ് ഗ്രൂപ്പിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഞങ്ങൾ. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചൊന്നുമല്ല കേട്ടോ. ഞാൻ മലങ്കര അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിങ്ങൾ പറയുന്ന പോലെ പഴക്കം ചെന്നൊരു കുടുംബത്തിൽ തന്നെ, പക്ഷേ പഴകിപ്പോയി. അതുകൊണ്ട് അവിടെ ഗുണമില്ലാതെ വന്നു. അങ്ങനെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചാൽ ഞാനും. പണ്ട് വല്യപ്പന്മാർ പറയായിരുന്നു, എടാ നമ്മളൊക്കെ യഹൂദൻ്റെ വംശക്കാരാന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ തീർത്ത് പറയാം, ഞാൻ യഹൂദൻ തന്നെയാണ്. പണ്ടെനിക്കറിയത്തില്ല ഇതിൻ്റെ വകുപ്പൊന്നും, പക്ഷേ ഇന്ന് ഞാൻ യഹൂദനാണ്. യഹൂദൻ്റെ രക്തം അതിനകത്ത് കിടക്കുന്നത്. ആരാ യഹൂദൻ? യേശു ക്രിസ്തു. ഇപ്പോൾ ധൈര്യമായിട്ട്, അന്നും വല്യപ്പൻ പറഞ്ഞാലും നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാം ഇത് ഒറിജിനൽ യഹൂദൻ്റെ രക്തമാണ്. ആ യഹൂദനാണ് യേശു ക്രിസ്തു. അത് നിങ്ങൾക്കും പറയാം, ധൈര്യത്തോടെ പറയാം ഉണ്ടെങ്കിൽ. പക്ഷെ സംഭവിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് മാറ്റി കൊടുക്കും. അതാണ് പലരുടെ രക്തം കയറി. പണ്ടൊരു സ്കോട്ട്ലൻഡുകാരനും ഇംഗ്ലീഷുകാരനും നമ്മളൊരു വിഷയത്തെക്കുറിച്ച് കേൾക്കാനിടയായി. സ്കോട്ട്ലൻഡുകാരൻ ഈ ലുപ്തന, അവനധികം പൈസയൊന്നും ഇല്ലാത്ത ഈ എന്താ പറയും നക്കാപ്പിച്ചക്കാരനാണ്. അപ്പോൾ ഇംഗ്ലണ്ടുകാരന് ഇവന് രക്തം കൊടുത്തു. ഇംഗ്ലണ്ടുകാരൻ്റെ രക്തം ആദ്യം സ്കോട്ട്ലൻഡുകാരൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി. അവൻ പോയി വളരെ നന്ദിയോടെ, സാറേ വളരെ താങ്ക്സ്, നന്ദി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ടൊരു നല്ലൊരു പ്രസൻറ്റേഷൻ കൊടുത്തു. ഇംഗ്ലീഷുകാരന് സ്കോട്ട്ലൻഡുകാരൻ രക്തം കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാരൻ്റെ രക്തം കുറച്ചുണ്ടല്ലോ, അവൻ ഈ സ്കോട്ട്ലൻഡുകാരന് സമ്മാനം കൊടുത്തു നന്ദിയും പറഞ്ഞു. 2ാം പ്രാവശ്യം സ്കോട്ട്ലൻഡുകാരൻ്റെ രക്തം കൊടുത്തു. അപ്പോൾ നന്ദി കുറഞ്ഞു, പ്രസൻറ്റേഷൻ്റെ അളവും കുറഞ്ഞു. 3ാം പ്രാവശ്യം രക്തം കൊടുത്തപ്പോൾ താങ്ക്സ് പോലും ഇല്ല. അപ്പോൾ ഇംഗ്ലീഷുകാരനോട് സ്കോട്ട്ലൻഡുകാരൻ ചോദിച്ചു, എടാ നിനക്ക് ഞാൻ ആദ്യം രക്തം വന്നപ്പോൾ നീ നന്ദിയും വലിയ പ്രസൻറ്റേഷനൊക്കെ തന്നല്ലോ, ഇപ്പോൾ എന്താ? അന്ന് എനിക്ക് 3/4 ഭാഗം ഇംഗ്ലീഷുകാരൻ്റെ രക്തമായിരുന്നു, നിൻ്റെ കാലേ കയറിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ എന്നിൽ മൊത്തം സ്കോട്ട്ലൻഡുകാരൻ്റെ രക്തമാണ്, അതുകൊണ്ട് അവൻ്റെ ഗുണം കാണിക്കുക എന്ന് പറഞ്ഞതാണ്. മനസ്സിലായവർക്കായ സ്തോത്രം എന്ന് പറഞ്ഞ പോലെ
ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ യഹൂദനാണ്. കുറേ കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് രക്തം കയറ്റരുത്. ആ രക്തം കയറി കഴിഞ്ഞാൽ, ഞാൻ ചെങ്ങന്നൂരിൽ പോയൊരു സമയത്ത് അവിടെ ജോണിച്ചായൻ്റെ ഭാര്യ, കരിങ്ങാട്ടിൽ ജോണിച്ചായൻ്റെ ഭാര്യ എന്നോട്, അച്ചായ ഇപ്പോൾ ഈ ജോണിച്ചായന് 10 പേരുടെ രക്തമാണ് അറ്റാക്കിൽ, ബൈപ്പാസ് സർജറിയിലെ 10 പേരുടെ രക്തം അകറ്റിയെന്ന് പറയും. എൻ്റെ അച്ചായ ഇപ്പം ജോണിച്ചായന് 10 പേരുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു കേട്ടോ. കരിങ്ങാട്ടിലെ അമ്മ പറഞ്ഞതാണ്. അപ്പോൾ രക്തം മാറരുത് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകലഭാവം പോക്കി നമ്മെ. അപ്പോൾ പെന്തിക്കോസുകാർ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് രക്തം എടുക്കരുത്. ഇതുപോലെ സ്നേഹത്തിൽ വേരൂന്നിയവർക്ക് എന്ത് പറ്റി? ഫലവത്തായ കുന്നിന്മേലാണ് ഇവിടെ സ്ഥാപിച്ചു. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി. ഇത്രയും വേർപാടൊരു സഭ വേർത്തുണ്ടായിരുന്നോ? പറ. അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. TPM പോലെ അല്ലെങ്കിൽ CPM പോലെ ഇത്രയും സെപ്പറേറ്റഡ്, മറ്റ് പെന്തിക്കോസുകാർക്ക് പോലും അസൂയ ഉണ്ടാകത്തക്കവണ്ണം, ഒരു വേർപെട്ട സമൂഹമായി ഇതാ തനിച്ചു പാർക്കുന്ന ജനമെന്ന് പറയാൻ അവകാശമുള്ളതായ ഒരു ജനമായിരുന്നു TPM. പ്രത്യേകിച്ച് മറ്റ് പെന്തിക്കോസുകാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വിശേഷമായിരുന്നു. ഫലവത്തായ കുന്നിന്മേൽ വേലി കെട്ടി. വായിക്കാം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. ഇടർച്ചകൾ, ഇത്രയും ശുദ്ധീകരണ മീറ്റിങ്ങും തിരുവത്താഴവും ആഴമേറിയ ശുദ്ധീകരണം നടക്കുന്ന ഒരു സഭ വേറെ ഉണ്ടായിരുന്നോ? വായിക്കാം. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു. നല്ല മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, നല്ല വചനങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ സമുദായക്കാരനായി ഞാൻ ഈ മാർഗത്തിൽ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. അല്ല, എനിക്കെന്തിന് നിങ്ങളെ സേവിക്കേണ്ട ആവശ്യമുണ്ട്? ഇത് സത്യമാർഗമായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ല, എന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ ഈ മാർഗത്തിൽ വന്ന സമയത്ത് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒന്നില്ലായിരുന്നു. 80 കഴിഞ്ഞപ്പോൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം ശക്തിപ്പെട്ടു. 90 ആയപ്പോൾ ഞാൻ കേരളത്തിൽ വന്ന സമയത്തിൽ, തിരിച്ചു വരുന്ന സമയത്തിൽ എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ, കത്തോലിക്ക അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടാ മോനെ, അപ്പോഴും മോനെന്നാണ് വിളിച്ചത്. നീ ഇപ്പോൾ പെന്തിക്കോസിലെ പാസ്റ്ററൊക്കെ അല്ലേ, അതൊക്കെ നല്ല കാര്യം കേട്ടോ. ഇവിടെ ഇപ്പോൾ പെന്തിക്കോസ് ഞങ്ങൾക്ക് കൊണ്ടുവരാ, നിങ്ങളെപ്പോലെ ഞങ്ങളും കൈയടിക്കുന്നു, തുള്ളുന്നു, അന്യഭാഷ വരുന്നു, പ്രവചിക്കുന്നു, പ്രസംഗിക്കുന്നു. അതൊരു കാര്യം ചെയ്യ്, നീങ്ങി പോരെ. നിനക്ക് ലോകം മുഴുവൻ നടന്ന് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ചാൻസ് ഇപ്പോൾ ഉണ്ട്, പ്രവചനമുണ്ട്, എല്ലാം. അതിന് അച്ഛനൊരു ഉദാഹരണം പറഞ്ഞതെന്നറിയാമോ? നവോമിയുടെ കാര്യമാണ്. ഇവിടെ പണ്ട് യെരുശലേമിൽ ക്ഷാമമായിരുന്നു, അപ്പം എലിമലേക്കും കൂട്ടരും മോവാബിൽ പോയി. ശരി, അത് സാരമില്ല. ഇപ്പം ഇവിടെ ധാന്യം വിളഞ്ഞു, നവോമി തിരിച്ചു വന്ന പോലെ നീ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വരുന്ന കാര്യമൊക്കെ പറഞ്ഞ്, അന്തിക്രിസ്തുവിൻ്റെ കാര്യവും കള്ളപ്രവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അതൊരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇതൊരു താൽക്കാലികമായ റിലീഫ് ദൈവം കൊടുത്തിരിക്കുകയാണ്. പാപപരിഹാരം കത്തോലിക്കർമേലുള്ള അല്ലെങ്കിൽ സമുദായക്കാർമേലുള്ള ദൈവത്തിൻ്റെ നീതിയാണ് ഈ കരിസ്മാറ്റിക്. അതുകൊണ്ട് നിലനിൽക്കുന്നതല്ല, പ്രാപിക്കേണ്ട ഒരു പ്രാപിച്ചോളാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന വേറെ ആർക്കും അടിമപ്പെട്ട് നിൽക്കുകയല്ല, ഒരു സത്യത്തിന് സാക്ഷിയായി നിൽക്കുകയാണ്. അല്ലാതെ കൊമണിക്കാർക്ക് വേണ്ടി അടിമവേല ചെയ്യാമെന്ന് പറഞ്ഞ് മാത്രം ഒന്നല്ല, അല്ലെങ്കിൽ സെൻട്രുകാരുടെ നടത്തിപ്പിനത്തോളം പോകാമെന്നുള്ളത് അത് ദൈവഹിതമായതുകൊണ്ട് അനുസരിക്കുന്നു. ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? പോകണം, എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷെ ഒരു സത്യം കണ്ടെത്തി. ഇതുപോലെ വായിക്കാം, എന്തായിട്ട് വായിക്കാം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ. നിങ്ങൾക്ക് തരുന്ന വചനങ്ങൾ മോശമാണോ? ഇപ്പം ഞാൻ തന്നെ ഇവിടെ 7 വർഷമായി കലപ്പുള്ള വചനമാണ് കൊടുക്കുന്നത്. ഇവിടെ ലോകത്തിൽ പല മനുഷ്യരും ഏറ്റുകൊള്ളുന്നു, നിങ്ങളും ഏറ്റുകൊള്ളുന്നു. പക്ഷെ കായ്ക്കണം, ഫലം കായ്ക്കണം. വായിക്കാം. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ വലിയ പ്രശംസകളൊക്കെ പറഞ്ഞ് അഹങ്കാരം പറയാതെ, TPM-കാരോട് പ്രത്യേകം പറയാം, പെന്തിക്കോസുകാരോട് എല്ലാവരോടും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറ. കുഴപ്പമൊന്നും, എല്ലാം നല്ലതാണ്. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. എന്താ അതിൻ്റെ കാരണം? അത് കണ്ടുപിടിക്കുക. അവിടെ ഇവിടെ യൂട്യൂബിൽ കയറി ആരെങ്കിലും എടുത്ത് നിങ്ങൾക്ക് തോന്നി എതിരായി പറഞ്ഞ് അവൻ്റെ തലയ്ക്ക് മടക്കി കൊടുക്കാൻ പോവാതെ ഇരുന്ന് കാത്തിരുന്ന് പഠിക്കുക. യോബി, ആലുവിനും ആരെങ്കിലും പറയട്ടെ, നീ കാത്തിരുന്ന് നിനക്കെന്ത് സംഭവിച്ചു, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു, നീ ഇപ്പോൾ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത്. കാട്ടുമുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഒറിജിനൽ മുന്തിരിങ്ങ തോറ്റുപോകും. ഞങ്ങൾ പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു സ്പീഡ് ബോട്ടിൽ പോവാം, സ്പീഡ് ലാഞ്ചി. ഒരു ഹിന്ദു മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. പുള്ളി തന്നെ അന്ന് അതിൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കേട്ടോ. ഈ സ്പീഡ് ബോട്ട് ആദ്യമായിട്ട് പഠിപ്പിച്ച പുള്ളിയാണ്. ഒരു ഹിന്ദു രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. പുള്ളി പാർശ്വ ഇവിടെ അടുത്തൊരു പാതിരാമണ്ഡലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, ആലപ്പുഴ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ്. അവിടെ ഔഷധ ചെടികളാണ്.
ഒരു ചെടിയുടെ അടിയിൽ നിന്ന് AC-യുടെ റൂമിൽ നിൽക്കുന്ന പോലെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഔഷധ ചെടികളാണെന്ന് പറഞ്ഞ് ഞാനും പോയി കണ്ടു. അപ്പം ഈ കാട്ടുമുന്തിരിങ്ങ കാണിച്ചു തന്നു, വൈൽഡ് ഗ്രേപ്സ്. ഒറിജിനൽ മുന്തിരിങ്ങ തോറ്റുപോകുന്ന കളറാണ്. അതാണ് എലീശയുടെ ശിഷ്യന്മാരെ പട്ടിണിക്കാലത്ത്, ക്ഷാമകാലത്തിൽ, ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, എല്ലാം വരണ്ട കിടന്ന സമയത്ത് കാട്ടിൽ ചെന്നപ്പോൾ ഈ വൈൽഡ് ഗ്രേപ്സ് ആണ് കണ്ടത്. മലയാളത്തിൽ തന്നെ പേച്ചൂര എന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വൈൽഡ് ഗ്രേപ്സ് എന്നാണ്. അപ്പോൾ ഈ വൈൽഡ് ഗ്രേപ്സ് പറിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? പായാസകലത്തിലിട്ടു. നമ്മുടെ തമിഴ് മക്കളുടെ ഭാഷയാണ് പായാസക്കലം. നിങ്ങൾ മലയാളികൾ പറയുന്നത് പായസം എന്നാണ്, അല്ലയോ? ഞങ്ങൾ പറയുന്നത് പായാസക്കലം എന്നാണ്. അപ്പോൾ പായാസത്തിൽ കലത്തിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പായസത്തിൻ്റെ രുചിയല്ല, പിന്നെയോ മരണം മരണം മരണം, കാരണം വിഷമാണ്. ഇതാണ് സംഭവിച്ചത്. നിങ്ങളുടെ പുറമേയുള്ള ഭംഗികളെല്ലാം യെരുശലേം അല്ലെങ്കിൽ യെരിഹോ നിവാസികളെ പോലെ കാഴ്ചയ്ക്ക് മനോഹരം, ഇരിപ്പം മനോഹരം, പക്ഷേ കായ്ക്കുന്നത് പലയിടത്തും കാട്ടുമുന്തിരിങ്ങയാണ്. എന്താ കാരണം? ഇതിലെന്ത് പറ്റിയെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർക്കയിൽ അവർ നന്നായിട്ട് വാർക്കുന്ന ടീമാണ്. പക്ഷേ ഒരു സ്ഥലത്ത് ഇച്ചിരി 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ ഞാനത് കണ്ടു. ഞാൻ ആ മേശിരി വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപാട് ഇത് നീന്തൽക്കുളമാണോ? ഞങ്ങളതിന് പ്ലാനിൽ നീന്തൽക്കുളമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സ്നാനക്കുളം വേറെ ഉണ്ട്, അതുകൊണ്ട് അവർ എഴുന്നേറ്റ് വന്ന് കുറച്ച് ലെവൽ ചെയ്തു. പക്ഷേ പിന്നീട് എന്താണെന്ന് പഠിച്ചു, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിൻ്റെ റീസൺ കണ്ടെത്തി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ റീസൺ കണ്ടെത്തണം. വല്ലൊരു തലക്കേറി അടിക്കാതെ പോരുത്. കാത്തിരുന്നോട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിന്, ഇത് കണ്ടുപിടിക്കണം. ഞങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഇടക്കാലത്ത് ചില തെറ്റുകളും കുറവുകളൊക്കെ എനിക്കും വന്നിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ടുപിടിക്കും. ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ സന്മനസ് കാണിച്ചുകൊണ്ടാണ് ഇന്നും പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കാൻ സാധിക്കുന്നത്. അത് നിങ്ങളും കണ്ടുപിടിക്കും. അപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാം ഓക്കെ, പുറമെ ഒന്നും തെറ്റില്ല. പക്ഷെ എവിടെ പോയി? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഒറ്റ റീസണാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ വല്ല കയ്പുള്ള വേരും മുളച്ച്. വായിച്ച വാക്യം അതാണ് വിഷയം. പുറമേ ഒന്നും കാണുന്നില്ല, അടി കൂടെ വേറെ അങ്ങോട്ട് പോയി. മധുരക്കിഴങ്ങും പാവയ്ക്കായുടെയും വിത്തിട്ട് കിളിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? മധുരക്കിഴങ്ങിൻ്റെ വേര് മധുരം പോയി തേടിയെടുത്തുകൊണ്ടിരിക്കും, പാവല് കയ്പ് പോയി തേടിയെടുത്തുകൊണ്ടിരിക്കും. ഇതുപോലെ പുറമേ കാണിച്ച കാട്ടായങ്ങളെല്ലാം നിങ്ങളുടെ അടിവേരുണ്ടല്ലോ. എന്താ അടിവേരെന്ന് പറഞ്ഞുതരാം. വായിച്ച് എബ്രായ ലേഖനം 12:15 വാക്യം വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. എന്ത് പറ്റി? കൃപയിൽ നിന്ന് പോയി, സഭയിൽ നിന്ന് പോയില്ല. നിങ്ങൾ ചിലരെ പഠിപ്പിച്ചു, TPM എന്നൊരാൾ പോയാൽ കൊന്നത്തങ്ങയെന്ന് വീണ് പോലാണ്, പിന്നെ അവൻ ഒരു കാലത്തും രക്ഷയില്ല. ആര് പറഞ്ഞോളൂ? TPM എന്ന് പോയ രക്ഷയില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ TPM-കാർ ചിലര് അതിനേക്കാൾ മോശമായിട്ടിരിക്കുകയാണ്. എന്താ കാരണം? മറ്റു പെന്തക്കോസ്തുകാരും ഉൾപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. വല്ല കയ്പുള്ള വേര് മുളച്ച് പിന്മാറി കൃപയിൽ നിന്ന്. അതാണ് വിഷയം. അപ്പോൾ കയ്പുള്ള വേര് വരുമ്പോൾ കൃപയിൽ നിന്ന് പിന്മാറും. അതാണ് ഗലാത്യ സഭയോട് 5:4 വായിക്കുമ്പോൾ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ. നിങ്ങൾ പിന്നെ ന്യായപ്രമാണമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടവരാണ്. വെള്ളസാഹിബ് മറ്റുള്ളവരെ പോലല്ല അഹങ്കാരം പറയുന്ന ഒരു വർഗം ആയിട്ട് കുറേ പേരങ്ങ് മാറി. അതാണ് ന്യായപ്രമാണത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു. പണ്ട് പട്ടിണി കിടന്നു. അന്നത്തെ കാലത്ത് എല്ലാവരും പട്ടിണി കിടന്നത്. അന്ന് വസ്ത്രമില്ലായിരുന്നു, അന്ന് കീറിയിട്ടുകൊണ്ട് നടന്നു. അന്ന് എല്ലാവർക്കും അത് തന്നെയായിരുന്നു. ഇന്ന് കീറിയിട്ടുകൊണ്ട് നടക്കേ, ഇന്ന് കീറി തയ്ച്ചിട്ടുകൊണ്ട് നടക്കേ, അതിന് മാന്യതയുണ്ട്. ഈ വാചോടിയെല്ലാം നിർത്തിയിട്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടാൻ നോക്കേ. വായിക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ വേർപെട്ടു പോയി. നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ ഈ വാദ്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ന്യായം പറയാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തു നിങ്ങളെ വിട്ടുപോയി. കാരണം അവൻ താഴ്മയുള്ളവരുടെ കാണത്തുള്ളൂ. മനസ്താപവും മനോബലയുള്ളവരുടെ ദൈവം വസിക്കുന്നു. അത് പോയി. ന്യായം പറയാൻ തുടങ്ങിയും വാക്കുവാദം തുടങ്ങിയപ്പോൾ ക്രിസ്തു പോയി. ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. പിന്നെ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. മനസ്സിലായോ? അപ്പോൾ കയ്പ്, അതിനാണ് കയ്പ്. അവരോട് കയ്പ്, ഇവരോട് കയ്പ്. ഒരു ട്രാൻസ്ഫർ കൊടുത്ത ചിലർക്ക് കയ്പ്. പിന്നെ അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങോട്ട് വന്നാൽ അത് കയ്പ്. പിന്നെ ഭാഷ വേണ്ട, അദ്ദേഹം വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തോട് കയ്പ്, വിശ്വാസികളോട് കയ്പ്, വേലക്കാർക്ക് വിശ്വാസികളോട് കയ്പ്, തമ്മിൽ കയ്പ്, ഫെയ്ത്ത് തമ്മിൽ കയ്പ്. വേരും പോയി. ഇപ്പോൾ സ്നേഹത്തിൻ്റെ വേര് മാറി കയ്പിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? തമിഴിനായിട്ട് വരുന്നു, മലയാളത്തിനായിട്ട് വരുന്നു, മറ്റേ ജാതി മറിയാതി ഇതെല്ലാം തെളിഞ്ഞു വരികയാണ്. കാരണം നിൻ്റെ വേര് പോയി. ആ ദൈവസ്നേഹത്തിൻ്റെ വേര് നിന്നപ്പോൾ യഥാർത്ഥ പെന്തിക്കോസുകാരനായിരുന്നു. ആ പെന്തിക്കോസിൻ്റെ പേര് പോയപ്പോൾ തമിഴനായിട്ടും മലയാളത്തിനായിട്ടും
സുറിയാനിയായിട്ടും മറ്റവനുമായിട്ടെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. പണ്ടെന്ത് ചെയ്തു? ഇങ്ങനെ പാടി, ക്രിസ്തുവിൽ നാമൊൻ്റെ അഭിഷേകത്താൽ. നോക്കണം, ക്രിസ്തുവിൽ നാമൊൻ്റെ അഭിഷേകത്താൽ സ്നേഹത്തിൽ വേരൂന്നിയവര്. പിന്നെ വകുപ്പല്ലേ, ഞാൻ നിന്നേക്കാൾ സീനിയർ, ഞാൻ അത് ഇതെല്ലാം ഫെയ്ത്തുവിനകത്തും കയറാൻ തുടങ്ങി. ഈ പിശാചാണ് മനുഷ്യനെ ചതിച്ചത്. ഏതാ? കയ്പുള്ള പേര്, സ്വയം നീതീകരണം, സെൽഫ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതി നന്യപ്പെട്ടു പോയി. അത് തിരുത്തേ. വീണ്ടും ശിശുക്കളെ പോലെ ആകെ നിന്റെ പദവിയും പട്ടമൊക്കെ താത്തു വെച്ചിട്ട് നീ ആരാണെന്ന് ആദ്യം, ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ പ്രതീക്ഷയെല്ലാം ഉടഞ്ഞുപോയി, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വിശ്വാസി വേലക്കാരൻ നിലവിളിച്ച് കരയാമെങ്കിൽ ദൈവം കൃപ തരും. അല്ലാതെ നിൻ്റെ ഒരു വകുപ്പും കൊണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ അശുദ്ധം, മാറി നിൽക്കുക. ഒരു വാക്യമുണ്ടതാ, നിന്നേക്കാൾ ഞാൻ വിശുദ്ധൻ, അതുകൊണ്ട് നീ മാറി നിൽക്കുക. ഇതല്ല. അതുകൊണ്ടാണ് കൃപയിൽ നിന്ന് വീണുപോയി. വല്ല കയ്പുള്ള പേരും മുളച്ച് വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും 12:15 ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയാണ്. നിന്റെ ടെലിഫോൺ സംഭാഷണം, നീ സുവിശേഷമല്ല പറയുന്നത്, വീട്ടിൽ പോയി നിന്റെ മക്കളെ ഇരുത്തി ചോറ് തിന്നുമ്പോൾ, ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ വിശ്വാസിയുടെ സാക്ഷി കുറ്റവും പ്രസംഗക്കുറ്റവും മറ്റും പറിച്ച് നിന്റെ മക്കൾക്ക് തന്നെ വിഷം കുത്തി കൊടുക്കുകയാണ്. അല്ല, സുവിശേഷ വിലക്കാർ മാസികത്തിന് പോകുമ്പോൾ, വിലക്കാർ മീറ്റിംഗ് പോകുമ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കുകയല്ല, കുശുകുശു പറഞ്ഞ് വേണ്ടാത്ത പ്രചരിപ്പിക്കുന്ന ഒരു വർഗമായിട്ട് TPM പോലും അതപ്പതിച്ച് കഴിഞ്ഞു. അത് തിരുത്തണം. അത് തിരുത്താതെ പ്രസംഗിക്കുന്നവന് തലയ്ക്ക് കയറിയല്ല ചെയ്യേണ്ടത്. അവൻ പറയട്ടെ, നിനക്ക് ആവശ്യമുള്ള എടുത്തണം, അല്ലാത്ത വിട്ടേക്കണം, അത്രയേ ഉള്ളൂ. അവിടെ TPM നമ്മൾ പോയിക്കൊണ്ട് പോകാതെ നിന്റെ തെറ്റുകളെ കണ്ടുപിടിക്കണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കർണം ലഭിക്കും. അതാദ്യം മനസ്സിലാക്കുക. അതായിട്ട് വായിക്കുക. വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് പിന്നീട് ദുർനടപ്പിലേക്ക് പോവുകയാണ്. പിന്നീട് നല്ല കാര്യത്തിലേക്കല്ല, കുറ്റം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഏഷണി ദോഷമെല്ലാം പറഞ്ഞ് വേരങ്ങ് വളർന്നിട്ട് ആ വേരിൽ കൂടി ഇത് കയറി തലയ്ക്കകത്ത് കയറിയിട്ട് പിന്നെ ദുർനടപ്പിലേക്ക്, പിന്നീട് ദോഷവശങ്ങളിലേക്ക് പോകുന്നൊരു സമൂഹമായിട്ട് മാറുകയാണ്. ഞായറാഴ്ച വെള്ളയിട്ടുകൊണ്ട് വരും, മീശയും പിടിക്കും, അല്ല വലിയ ഭക്തി കാണിക്കും, തല തുണിയിടുകയും ചെയ്യും. എന്താ കാര്യം? അപ്പം എന്താണ് സംഭവിച്ചത്? വേരാണ് വിഷയം. എന്താ വേര്? ഡിസയർ. വേറെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ. അപ്പോൾ നിൻ്റെ ആഗ്രഹം എന്താ? എനിക്ക് യേശുവിനെ പോലെ വിശുദ്ധനാകണമെന്നാണോ? യേശുവിൻ്റെ നാട്ടിൽ പോകണമെന്നാണോ? ആണോ? അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനുവേണ്ടി ആകാംക്ഷിക്കുക. അന്ന് തീക്ഷണതയോടെ പാടും. എന്ത് പാട്ട്? നീലാകാശവും കടന്നു ഞാൻ പോകും. എല്ലാവരും പാടുവേ. എൻ്റെ യേശു വസിക്കും നാട്ടിൽ നീലാകാശവും കടന്നു ഞാൻ വരുന്നു. എൻ്റെ യേശു വസിക്കും വീട്ടിൽ. ഹമ്മിലേങ്കേ ബാധലോംബ, ഹമ്മിലേങ്കേ ബാധലോംബ, देखेंगे सारा जहां, देखेंगे सारा, मेरे आसमान के पार जाएंगे, मेरा यीशु रहता वहाँ, मेरे आसमान के पार जाएंगे, मेरा यीशु रहता वहाँ. ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രത്യാശ എന്തുകൊണ്ട് പോയി? വേര് മാറിപ്പോയി, സ്നേഹത്തിൽ നിന്ന് വേര് പോയി. ഇപ്പം ജീവിക്കണം, കാശുണ്ടാക്കണം, പണിയണം, പിള്ളേരെ അവിടെ വയ്ക്കണം, ആ കാശുണ്ടാക്കണം. കല്യാണം വരുമ്പോൾ കൂടെ മറന്നു പോവുകയാണ്. പിന്നെ വേലക്കാരും വേണ്ട, വിശ്വാസികളും വേണ്ട, അല്ലെങ്കിൽ സഭയും വേണ്ട, ഏതോ സ്വർഗം കിട്ടിയതുപോലാണ്. ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കത്തില്ല. ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്? വേര് പോയി, ഡിസയർ, ആഗ്രഹങ്ങൾ പോയി. എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹം എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിൻ്റെ നാട്ടിൽ പോകണം, യേശുവിൻ്റെ ഇഷ്ടം ചെയ്യണം. അത് മാറിപ്പോയി. ഇപ്പോൾ ഞാൻ വിശ്വാസിയായിരിക്കുന്ന സമയത്ത്, ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന സമയത്തിൽ, ഞങ്ങൾ പള്ളം ഫൈത്തോമിൽ ഞാനും എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട ഒരാളും ഞങ്ങളുടെ പാസ്റ്ററും കൂടെ
വള്ളം ഫെയ്ത്തുൽ പാസ്റ്റർ ജയസാമുവിനെ കണ്ട് പുള്ളി ഭക്ഷണമൊക്കെ തന്ന് ഞങ്ങളവിടെ വിശ്രമിക്കാൻ പറഞ്ഞ് ഞാനും സഹോദരനും കൂടി ഒരു മുറിയിൽ, പാസ്റ്റർ ഒരു മുറിയിൽ വിശ്രമിക്കുക. ഞങ്ങളപ്പം ഇങ്ങനെ ആത്മാവിൽ പോവല്ലേ, ഉറങ്ങുന്നെങ്കിലും ആത്മാവിൽ ഉറങ്ങുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ എൻ്റെ കൂടെ കിടന്ന അലക്സ് ഇല്ല, ജോ അലക്സ് അതിനകത്തില്ല. ഞാൻ പോയി പാസ്റ്റർ നോക്കി, പാസ്റ്റർ ഇല്ല. പെട്ടെന്ന് എൻ്റെ കർത്താവേ നീ വന്ന് പോയോന്നൊരു ഇതുണ്ടായി. അപ്പോഴൊരു സംശയം എനിക്കുണ്ട്, ഇല്ലില്ല കർത്താവ് ഒന്നും എന്നെ കൊണ്ടുപോകത്തില്ലേ. ഞാനുടനെ ബാത്റൂമിൽ ചെന്ന് നോക്കും, പാസ്റ്റർ ഇറങ്ങി വരുന്നു. ഇപ്പോഴത്തുള്ള ജോ വരുന്നുണ്ട്. ശബ്ദം എന്താ? പാസ്റ്റർ ബാത്റൂമിൽ കയറിയപ്പോൾ കഥ വലിച്ചടച്ചതാണ്. അപ്പം ഇതുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. മനസ്സിലാവും, ഇത് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവിൻ്റെ വരെ പോകത്തില്ല വീണ്ടും. അതുകൊണ്ടാണ് ഏതിൽ നിന്ന് വീണിരിക്കുന്നവർക്ക് ആദ്യ സ്നേഹത്തിലേക്ക് വരണം. അമ്മച്ചിയുള്ള സ്നേഹമല്ല, പാർശ്വപ്പത്തിനുള്ള സ്നേഹമല്ല, പാർശ്വമ്മച്ചിയുള്ള സ്നേഹമല്ല, അല്ലെങ്കിൽ അലുവാകർഷം തന്ന സ്നേഹമല്ല, പിന്നെന്താ, പിന്നെ പൂജക്കണ്ണൻ പഴം തന്നതിൻ്റെ സ്നേഹമല്ല. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. വീണ്ടും യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അവരാണ് സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നോക്കണം, ആ ശിഷ്യന്മാർ യേശുവിനോട് നടന്നിട്ട് കർത്താവ് പോയപ്പോൾ ദൃഷ്ടി മേലോട്ടങ്ങ് പോയി, മറിഞ്ഞ് ദൃഷ്ടി മേലോട്ടങ്ങ് പോയി. പിന്നെ തിരിച്ചുകൊണ്ടുവന്ന ആരാ? ദൂതന്മാർ പറഞ്ഞു താഴോട്ട് വാ, വീണ്ടും വരും. ആ വീണ്ടും വരുന്ന യേശുവിനെ എതിരേൽക്കാൻ നമ്മൾ ഒരുങ്ങിക്കണം. ആ യേശു ക്രിസ്തു, ആ രഹസ്യവരവൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിൽ ഈ പണി പൂർത്തീകരിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, സിയോനെ പണിത് അത് അവിടെ അല്ല, നമ്മളിൽ ഈ പണി സ്നേഹത്തിൽ വരുന്നത് പൂർത്തീകരിക്കുമ്പോൾ യേശു വെളിപ്പെടും. ഇത് രഹസ്യവരവിൻ്റെ ഒരു ഭാഗം. മറ്റു മധ്യാസനം ഇരിക്കട്ടെ, ഇത് രഹസ്യവരവിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ യേശു ക്രിസ്തു രഹസ്യമായി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആരോടുകൂടി ജീവിക്കുന്നു? ഇവിധമായി കർത്താവിനോടുകൂടി ഇരിക്കും. അങ്ങനെയുള്ളവരെ പിന്നെ ഒരു കാലത്തും പിന്മാറി പോകാനൊക്കത്തില്ല. അവരാരും പിന്മാറിപ്പോകുകയുമില്ല. കാരണം അവർ യേശു ക്രിസ്തുവിന് ഞാനൊക്കെ ദൈവത്തോട് നടന്നേ ഉള്ളൂ. ഇത് യേശു നമ്മിലായി മണവാളൻ. അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ജീവിച്ച് കാണിക്കാൻ കഴിയും. അവരാണ് മണവാട്ടി. പിന്നെ അതിനെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുന്നതാണ് മധ്യാകാശത്തിൽ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതവിടെ വെച്ച് കാണാം. ഇത് വ്യക്തിപരമായി രഹസ്യപരം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിൽ ആ പണി പൂർത്തീകരിക്കുമ്പോൾ യേശു. പിന്നെ നമ്മുടെ മുറിയിലിരുന്നാലും പോകും, അതെല്ലാം നമുക്ക് യേശു നമ്മളിലുണ്ട്. 2 in 1. ആകയാൽ ഇത് മുതൽക്കൊണ്ട് 2 അല്ല 1 അത്രേ. ഭാര്യയും ഭർത്താവും ഒന്നത്രേ. മണവാളിനും മണവാട്ടിയും പിരിക്കാൻ തമ്മിൽ ഇണക്കിയ നഗരം. ആര്? വിശ്വാസിലും വേലക്കാരെ ഇണക്കി നമ്മൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അല്ല, ക്രിസ്തുവിനെയും എന്നെയും ഇണക്കി കഴിഞ്ഞു. തമ്മിൽ ഇണക്കിയ നഗരം. പണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ? വിശ്വാസിലും വേലക്കാരും ഇണക്കി പണിയുന്നു. അങ്ങനെ ഇണക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്നിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇണക്കുന്ന ആരാ? ഇണയാരാ? ഇണ വേണ്ട ഇണക്കാൻ. ക്രിസ്തുവും ഞാനും ക്രിസ്തുവും ഇണങ്ങിക്കഴിഞ്ഞു. അതിനി എൻ്റെ നീളവും വീതിയും ആഴവും ആർക്ക് തുല്യമാണ്? ക്രിസ്തുവിന്. ചിലർക്ക് 30% ആയിട്ടുള്ളൂ. അവരിനി 60 ആക്കാൻ ശ്രമിക്കേ. കർത്താവ് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ശ്രമിച്ചാൽ 60 ആക്കാം, ഇല്ലെങ്കിൽ 100 ആക്കാം. 100 അല്ലെങ്കിൽ 90 കഴിയട്ടെ. പ്രിയപ്പെട്ടവർ, വിഡ്ഢികളാകരുത്. പെന്തിക്കോസിന് വേഷം ധരിച്ചിട്ട് നരകത്തിൽ പോകാൻ ഇടയാകരുത്. നമുക്കൊരുങ്ങാം, നമ്മുടെ യേശു വരും. അതാണ് രഹസ്യവരം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ 7 വർഷത്തെ എതിർ ക്രിസ്തുവിന് ശേഷം കർത്താവായ യേശു മധ്യവാനത്തിൽ വരും. ദൂതന്മാർ പറഞ്ഞ പോലെ, നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു വരുന്നതാണ് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഒലിവുമലയിൽ അന്നാളിൽ അവൻ്റെ കാലവിടെ നിൽക്കും. വയ്ക്കാം 14-ന്റെ 2-ാം വാക്യം തോന്നില്ലേ? അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അപ്പോൾ ഈ എതിർ ക്രിസ്തു സൈന്യവും നോക്കണം. നമ്മൾ നേരത്തെ കേട്ടല്ലോ, കിഴക്കൻ സൈന്യങ്ങൾ, ചൈന, ഇന്ത്യ എല്ലാം കൂടി യൂഫ്രട്ടീസ് നദി താണ്ടി അവിടെ വരും. വെളിപ്പാട് 16-ന്റെ അവസാനമായി യൂഫ്രട്ടീസ് നദി പിരിച്ച് ഇവർ യെരൂശലേം അവിടെ വരും. യഹോശാഫാത്താണ് ഹർമദോനല്ല, ഹർമഗദോൻ എന്നാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഹർമദോൻ. ഹർ എന്ന് പറഞ്ഞാൽ കുന്ന്, ഹർ എന്ന് പറഞ്ഞാൽ കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം, ചെറിയ മലകൾ. ഗദോൻ, മെഗിദോ, ഹർമഗദോൻ എന്ന് പറഞ്ഞാൽ മെഗിദോ താഴ്വരയിൽ. മെഗിദോ താഴ്വരയില്ല, കുന്നിലേക്ക് വരുന്ന യുദ്ധമായതുകൊണ്ടാണ് അതിന് ഹർമഗദോൻ എന്ന് പറയുന്നത്. മനസ്സിലായത്? ഹർ കുന്ന്, മെഗിദോ എന്ന് പറഞ്ഞാൽ ആ താഴ്വര. അത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 20 മൈൽ ചുറ്റളവ്, അല്ല 20 മൈൽ നീളം, 14 മൈൽ ചുറ്റളവാണ്
ഈ ഹർമദോൻ പ്രദേശം കിടക്കുന്നത്, ഇപ്പോഴും പ്ലെയിനായിട്ട് കിടക്കുക. അവിടെയാണ് ഈ പറഞ്ഞ രാജാക്കന്മാരെല്ലാം വന്ന് ആദ്യം യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ നാച്ചുറൽ കലാമിറ്റിയും തങ്ങളുടെ ബോംബെല്ലാം പൊട്ടി ഈ ആധുനിക വെപ്പൺസ് എല്ലാം തകർന്നു പോകും. പിന്നെ അവർക്ക് യുദ്ധം ചെയ്യാൻ സാധനമില്ല. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, ഇതാ യോവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കൊഴുക്കളെ പിന്നെ വാക്കത്തിയെ കുന്തമായും നിങ്ങളെ കൊഴുക്കളെ എത്രാം വാക്യം? 3:9 മുതൽ യോവേൽ 3:9 ഈ വരുന്ന സൈന്യത്തിൻ്റെ റഷ്യൻ സൈന്യത്തിൻ്റെയും കേട്ടോണം, റഷ്യൻ സൈന്യത്തിൻ്റെയും കിടക്കുന്ന വരുന്ന രാജ്യമെല്ലാം വെപ്പൺസ് എല്ലാം തകരും. ഇതെല്ലാവരും ആധുനിക വെപ്പൺസ്, എയർക്രാഫ്റ്റ് എല്ലാം നിയന്ത്രണം വിട്ടുപോകും. എല്ലാം തകർന്നതിന് ശേഷം യുദ്ധം ചെയ്യാൻ സാധനമില്ല. പട്ടാളക്കാരും കുറച്ച് പേരായി. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും? ഇവിടെ പ്രവാചകൻ പറയുന്നു, ഇനിയൊരു മടിയുണ്ട്. എന്താ? പഴയ പോലെ വാളും കുന്തമൊക്കെ എടുത്തു. വായിച്ചേ. ഇത് ജാതിയുടെ ഇടയിൽ വിളിച്ചു പറവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ, നിങ്ങളുടെ കൊഴുക്കുകളെ വാളുകളായി. ഈ പറഞ്ഞ യഹോശാഫാത്ത് അല്ലെങ്കിൽ മെഗിദോ ഹർമദോനി വരുമ്പോൾ ആദ്യത്തെ യുദ്ധത്തിൻ്റെ ഇതിൽ ഈ പറഞ്ഞ ഭൂകമ്പം, നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം കൂടെ. ഭൂകമ്പം പല സ്ഥലത്ത് പറയുന്നുണ്ട്. സക്കറിയ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സക്കറിയ പറയുന്നുണ്ട്. പിന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 19-ലും പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഭൂകമ്പം 2 ഘട്ടങ്ങളായിട്ടുണ്ടാകേണ്ടതാണ്. അങ്ങനെ ജനങ്ങൾ, പട്ടാളക്കാർ വളരെ ശേഷിക്കും, 6-1 ആയിട്ട് മാറും. ഈ വരുന്നവർക്ക് അവരുടെ കയ്യിലില്ല, യുദ്ധപൂർണ്ണമില്ല. എല്ലാം മിസൈലും ബാലിസ്റ്റിക് മിസൈലും പിന്നെ മിഷൻ ഗണ്ണും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. എല്ലാം നിർവീര്യമായി പോവും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, വായിച്ചേ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പിൻ. അപ്പോൾ എന്ത് ചെയ്യണം? ദേശത്ത് വാക്കത്തി കിടപ്പില്ലേ, അത് പെട്ടെന്ന് നിന്ന് ഒരു ആയുധമാക്കി ഉണ്ടാക്കിക്കോ. ഒന്നുകൂടെ വായിച്ചേ. കൊഴുക്കളെ, നിങ്ങളുടെ കൊഴുക്കുകളെ വാളുകളായും. വാളുകൾ, അതായത് കൃഷിയുണ്ടല്ലോ, കലപ്പയുടെ കൊഴു ഒക്കെ എടുത്തിട്ട് ഒരു ആയുധം ഉണ്ടാക്കിക്കണം. അടുത്തത് വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പിൻ. വാക്കത്തിയെ കുന്തമായിട്ട് അടിച്ച് ഇതുകൊണ്ടാണ് കുറുവടി. പിന്നെ ഇഷ്ടം പോലെ വടിവെട്ടും. നമ്മളിവിടെ കാപ്പിയുടെ വടിവെട്ടിരിക്കുന്ന പോലെ ഇഷ്ടം പോലെ വടിവെട്ടിക്കൊണ്ട് നാച്ചുറൽ യുദ്ധമാണ്. അത് മുഴുവൻ മരവും ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം എടുത്താണ് അവർ പിന്നീട് കത്തിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറി. കാരണം മൊത്തം സാറ്റലൈറ്റിൻ്റെ വർക്കുകളും ഫെയിലറായി, എല്ലാം നിലച്ചുപോയി. ഇനി 1000 വർഷത്തിലേക്ക് വരുമ്പോൾ പണ്ടത്തെ പോലെ കാളവണ്ടിയും കുതിരവണ്ടിയും പിന്നെ കൃഷിയും ആടും കന്നുകാലി വളത്തിലും തേനീച്ച വളത്തിലും ഒക്കെ ആയിട്ട് മാറുകയാണ്. അതിൻ്റെ സവിസ്തരമായ കാര്യങ്ങൾ നമുക്ക് നോക്കണമെങ്കിൽ എവിടെ? യെശയ്യാപ്രവചനം 11 മുഴുവൻ വായിക്കണം. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. യെശയ്യാ 65 വായിക്കണം. എസെക്കിയേൽ 36 വായിക്കണം. പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെല്ലാം ഈ 1000 വർഷ ഭരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും. വായിച്ചേ. 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അന്നത്തെ പ്രധാന വിഷയം ഈ രാജ്യങ്ങൾക്ക് നീതിയും ന്യായവും. ഇന്ന് നീതിയോടെ ന്യായത്തോടെ നടക്കുന്ന ഒരൊറ്റ രാജ്യത്തെ കാണിച്ചു തരാമോ? ഇല്ല. കാരണം അനീതിയുടെ ലോകം, ദുഷ്ടപിശാച് ശക്തിപ്പെട്ടിരിക്കുന്ന കാലം, ലൂസിഫർ വെളിപ്പെട്ട കാലമല്ലേ. ഇനി 7 വർഷത്തിൻ്റെ അവസാനത്തിൽ അവനെ പിടിച്ചു കെട്ടിക്കഴിയുമ്പോൾ വീണ്ടും നീതിയുടെ രാജ്യം വരും, നീതി സമാധാനം വരും. ആ സമയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, രക്തസാക്ഷികൾ, പഴയ നിയമ രക്തസാക്ഷികൾ, പിന്നെ ഇത് ക്രിസ്തുവിൻ്റെ കാലത്ത് രക്തസാക്ഷികളാര്, പഴയ നിയമത്തിൽ ആദ്യഫലം, പിന്നീട് ക്രിസ്തു, ഇനി അടുത്ത ആളാരാ? സഭ. എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കും. അതിലാണ് പ്രഭുക്കന്മാർ. ഒരു രാജാവ് നീതിയോടെ വാഴും. വായിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ന്യായത്തോടെ അധികാരം. ആരായി പ്രഭുക്കന്മാർ? 45-ാം സങ്കീർത്തനം 16-ാം വാക്യം വായിച്ചേ. 45:16. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. ആരാ പിതാക്കന്മാരാരാ? പിതാക്കന്മാരെന്ന് പറയുന്നത് പൂർവ്വപിതാക്കളം അപ്പസ്തോലൻ എന്ന് പറയുന്നില്ലേ, അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അബ്രഹാം പിതാവ്, യാക്കോബ്. ഇപ്പോൾ പഴയ നിയമത്തിലെ പിതാക്കന്മാർക്ക് പകരം പുതിയ നിയമത്തിലെ പുത്രന്മാരെയാണ് ആക്കി വയ്ക്കുന്നത് ഭരണകർത്താക്കന്മാരായി. അവരാണ് പിന്നീടുള്ള ഭരണകർത്താക്കന്മാർ. സഭയാണ് 1000 വർഷ ഭരണത്തിലെ പ്രധാന ഭരണകർത്താക്കന്മാർ. അതുകൊണ്ടാണ് പ്രഭുക്കന്മാർ. വീണ്ടും വായിച്ച്. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. സകല ഭൂമിയിലും നീ അവരെ അപ്പം സർവ്വഭൂമിയിലും പ്രഭുക്കന്മാരാകുന്ന എപ്പോഴാണ്?
സർവ്വഭൂമിയിലും ഈ നീതിമാന്മാരെ കൊണ്ട് ഭരിക്കുന്ന കാലമാണ് 1000 വർഷ ഭരണം. അത് നിങ്ങൾ യെശയ്യാ 11:65 ഒന്ന് വായിച്ചാൽ മതി. പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരണം നടത്തും. നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യുന്നില്ലേ? യെശയ്യാ 62 നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. അപ്പോൾ പ്രധാന ഭരണകർത്താവ് കർത്താവും സഭയുമാണ്. ഇനി അതിന് വേറെ വാക്യം പറയാമോ? 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് സഭയോട് പറയുന്നു, നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരാണ്. നിങ്ങളുടെ വീട്ടിൽ സഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകും, വിശ്വാസ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അടിച്ചേലി കരഞ്ഞ് ബഹളം ഉണ്ടാക്കി നീക്ക് എവിടെ പോയി ഭരിക്കാനാ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. വായിച്ചേ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? പിന്നെ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ, നിങ്ങൾ സഭയോടാണ് പറയുന്നത് കേട്ടോ, സഭക്കാരോട് പറയുന്നത് നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരാണ്. പിന്നെ നിങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയത്തില്ലേ? അതിനുള്ള ജ്ഞാനികൾ വിടില്ലേ? ഒരുപാടൊന്നും വേണ്ട, 1-2 ജ്ഞാനികളുണ്ടെങ്കിലും മതിയല്ലോ. വിശ്വാസ വീടിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് തലവേദനയായ എത്രയോ വേലക്കാരുണ്ട്. അവർ ചിലരും തലവേദനയല്ലേ? എന്താ കാരണം? പരിജ്ഞാനമില്ല, ക്രിസ്തുവില്ല. യേശു ക്രിസ്തു ഇല്ലാത്ത വേലക്കാർക്കും വിശ്വാസികൾക്കാണ് പ്രശ്നങ്ങൾ എപ്പോഴും കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. വായിക്കാം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കാമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നോക്കണം. അപ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. അതാണ് പ്രഭുക്കന്മാർ. അവരെ പ്രഭുക്കന്മാരെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ 2:44 7:21 വായിച്ചേ. ദാനിയേൽ 2:44 7:21. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. മതി, അടുത്ത് വായിക്കാം. 7:21 ദാനിയേൽ. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം അത്യുന്നതനായ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം വിജയവിലക്കാർ മാത്രമല്ല, വിശ്വാസികളും ശ്രേഷ്ഠന്മാരതിനകത്തുണ്ട്. വായിക്കാം. വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. മതി. അതാണ് വെളിപ്പാട് 22:5 വായിക്കുമ്പോൾ നിങ്ങൾ ഭരണകർത്താക്കന്മാരാണെന്ന് അവിടെയും പറയുന്നുണ്ട്. 22:5 അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. രാജഭരണ ഭൂമിയിലല്ലേ? അപ്പോൾ സഭ നിങ്ങൾ ഓർത്തോളം, നിങ്ങൾ ഈ ഭരണത്തിൽ ഉൾക്കൊള്ളണം. ഈ ചപ്പിൻ്റെ ചവറിനെ പോകരുത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറണം, കന്യകയുടെ മനസ്സുള്ളവരായി മാറണം. അങ്ങനെ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അവരും സഹസ്രാബ്ദ വാഴ്ചയിൽ വരും. യഹൂദന്മാർക്കും ഇപ്പോൾ നമുക്കറിയാം 540 പാർലമെൻറ്റേറിയൻസിനെ തിരഞ്ഞെടുത്താലും 10-35 പേരിൽ ക്യാബിനറ്റ് മന്ത്രിമാരാകത്തുള്ളൂ. ഇതുപോലെ അതിൽ ശ്രേഷ്ഠന്മാർ അതിനേറ്റ ഭരണം. മറ്റൊരു യെരുശലേമിൽ നിന്ന് പിന്നെ ഉണ്ടല്ലോ. ഈ ലോകം മുഴുവൻ ജാതികളും മറ്റ് ജനതകളിൽ നിന്നും യഹൂദന്മാരും ലോകം മുഴുവനും ഉണ്ട്. അവർ യെരുശലേമിലല്ല, യെരുശലേമിൽ കാണുമായിരിക്കും, പക്ഷേ അവർ ലോകം മുഴുവൻ ചെതറിക്കഴിയും. അവിടെ നിന്ന് അവർ കൂടാരപ്പെരുന്നാളിന് 1000 വർഷ ഭരണത്തേക്ക് വരും. ഈ ആലയമൊക്കെ അത് പണിയുമല്ലോ. അതവിടെ എഴുതിയിരിക്കുന്നത്. സക്കറിയ പ്രവചനം വായിച്ചേ. 14:16 വായിച്ചേ. സക്കറിയ പ്രവചനം 14:16. എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിൽ ശേഷിച്ചിരിക്കുന്ന നമ്മൾ ഈ യെരുശലേമിന് നേരെ യുദ്ധം ചെയ്യാൻ വന്നവന് യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാം ഈ പറഞ്ഞ പോലെ കുരങ്ങൻ ഇഞ്ചിയുന്ന പോലെ അങ്ങ് ഇരിക്കും. എന്തുവാ സംഭവിച്ചെന്ന് ആർക്കും അറിയും. തമ്മിൽ വെട്ടി രക്തം ഒഴുകി കുറേ പേർ അവിടെ അവശേഷിക്കും. ഈ അവശേഷിച്ചിരിക്കുന്ന പട്ടാളക്കാരിലും ജനങ്ങളിൽ കുറച്ച് പേര് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ആണ്ടുതോറും ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ. എന്താ കൂടാരപ്പെരുന്നാൾ? ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം വായിച്ച്. ലേവ്യ പുസ്തകം 20, അവിടെ 7 ഉത്സവങ്ങളിൽ പ്രധാനമായൊരു ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് നിഴലാണ്. വായിക്കാം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാരപ്പെരുന്നാളാകുന്നു. 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങളുണ്ട്. പെസഹ മുതൽ കൂടാരപ്പെരുന്നാൾ. അതിന് ഓരോന്നിനും പുതിയ നിയമത്തിൽ നിഴലുണ്ട്. പെസഹ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി രക്ഷ. പിന്നെ അടുത്തത് ഉയർപ്പിൻ്റെ പെരുന്നാൾ, യേശുക്രിസ്തു ഉയർത്തുന്നേറ്റത്. പിന്നെ പെന്തക്കോസ്താ തിരുനാൾ 23-15. പിന്നെ പാപപരിഹാരം, അത് രക്തസാക്ഷികളുടെ. അടുത്തത് കൂടാരപ്പെരുന്നാൾ, അത് 1000 വർഷ ഭരണം. ഇതെല്ലാം നിഴലും പൊരുളുമാണ്. എബ്രായ ലേഖനം 8:5 വായിക്കുമ്പോൾ എല്ലാത്തിനും നിഴലുണ്ട്. വായിച്ചവാക്യം എല്ലാത്തിനും ഞാൻ പറഞ്ഞ ഇണയുള്ളതെന്ന് പറഞ്ഞ പോലെ എല്ലാം നിഴലും പൊരുളുമാണ്. നിഴൽ ഇസ്രായേലും പൊരുൾ സഭയും. വായിച്ചേ.
പർവ്വതത്തിന് നിനക്ക് കാണിച്ച മാതൃക പ്രകാരം ഒക്കെ നീ സകലവും ചെയ്യുവാൻ നോക്കുക. അവൻ എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന സ്വർഗത്തിൻ്റെയും പുതിയ നിയമസഭയുടെയും നിഴലും ദൃഷ്ടാന്തമാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് കൂടാര പെരുന്നാൾ ഇവരെല്ലാം വരുന്ന സമയത്തിൽ ഈ യഹൂദന്മാരെ പുറകെ കുറേ പേര് വരും. വാക്യം 10:8 വായിച്ച്, സക്കറിയ 10:8. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കാൻ അവരെ ചൂള കുത്തി ശേഖരിക്കും. അവർ പെരുകിയിരുന്നത് പോലെ പെരുകും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും. ഞാൻ അവളെ ജാതികളുടെ ഇടയിൽ. അപ്പോൾ യഹൂദന്മാര് ലോകത്തിൻ്റെ മനഭാഗത്തേക്ക് അവരെ അയക്കും. അവരാണ് ഈ ഭൂമിയെ നിറയ്ക്കേണ്ടവർ. അതാണ് നിങ്ങൾ കടൽക്കരയിൽ മണൽ പോലെ പെരുകുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അത് 1000 വർഷ ഭരണത്തിൽ യഹൂദൻ ഭൂമിയുടെ എല്ലാ അറ്റത്തേക്കും പോകും. വായിക്കാം. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും. ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും. അവർ മക്കളോട് കൂടെ ജീവിച്ച് മടങ്ങി വരും. നോക്കണം, അവർ മക്കളോട് കൂടെ ജീവിച്ച് മടങ്ങി വരും. ഒരു കൊച്ചിൻ്റെ ആയുസ് എത്രയാ? 1000 വയസ്സ്. പണ്ട് ആദാമിനേക്കാൾ മെതുശലേഹാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്. അപ്പോൾ 1000 വർഷം വരെ ഒരുത്തൻ ജനിച്ചാൽ മരിക്കത്തില്ല. മരണമില്ലാത്തൊരു സമയം. അടുത്ത് വായിക്കാം. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും. അശ്ശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും. ഗിലെയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും. അവർക്ക് ഇടം പോരാതെ വരും. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. നീലനദിയുടെ ആഴങ്ങളൊക്കെയും. അതിലൊരു വാക്യമുണ്ടല്ലോ, അന്ന് യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് 8:23 വായിച്ചത്. 8:23 വായിച്ചേ. ആ കാലത്ത് ജാതിയുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ, ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച്, ഒരു യഹൂദൻ കൂടാര പെരുന്നാളിന് പോകുമ്പോൾ 10 മറ്റ് ജാതിക്കാർ അതേ വസ്ത്രം പിടിക്കും. അവർ പിടിച്ചുകൊണ്ട് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്നും ഞങ്ങൾ കേട്ടിരിക്കുക, ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. കാരണം യഹൂദൻ എല്ലാ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണും. അവരുടെ വസ്ത്രാഗ്രഹം പിടിച്ച്. ഇത് ആത്മീയ ഭാഷ എന്താ പറഞ്ഞത്? അവസാന കാലത്ത് നമ്മുടെ ജീവിതത്തെ കണ്ടുവേണം ആത്മാക്കൾ വരാൻ. നമ്മുടെ ഹോളിൻ്റെ വലിപ്പമല്ല, ഡ്രസ് കോഡല്ല, ചുമ്മാ വാചക കസരത്തല്ല, കള്ളം പറഞ്ഞ ആരെയും നേടരുത്. നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കണം. ആ ജീവിതത്തെ കണ്ട് ഈ അവസാന കാലത്തിൽ നമ്മൾ തീരാൻ പോകുന്നതിന് മുമ്പേ ഒരു 10 പേരെങ്കിലും നിൻ്റെ ജീവിതം ശരിയാക്കി വെച്ചാൽ 10 ആത്മാക്കളെ നേടാം. എൻ്റെ ആത്മീയ അർത്ഥതാണ്. ആ ആത്മാക്കളെ നേടാൻ തക്കൊണ്ട് ഇന്ന് തീരുമാനിച്ചോണം, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി യഥാർത്ഥ ഒരു ജീവിതം ചെയ്തോളാം. ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ നീ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാണുന്നിരിക്കുന്ന 10 ആത്മാക്കളെങ്കിലും നിനക്ക് നേടാൻ കഴിയും. പുതിയ ഭൂമിയിലേക്കെങ്കിലും അവരെ കൊണ്ടുവരാൻ കഴിയും. അന്ന് ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് വായിക്കാം. ആ കാലത്ത് ജാതിയുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്നും ഞങ്ങൾക്ക് അവര് ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുക, ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. 6:12 വായിച്ചേ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അന്നത്തെ ആലയം പണിയാൻ കൊടുക്കുന്നത്. വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള യെശയ്യാ 11 വായിക്കുമ്പോൾ ഈശായുടെ കുറ്റിയിരുന്നൊരു മുള, അത് ക്രിസ്തുവാണ്. ആ മുള വായിക്കാം. മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. 2 മന്ദിരം, ഒന്ന് സഭയാം ദേവാലയം. അവൻ തന്നെ യേശു ക്രിസ്തു തന്നെ 1000 വർഷ ഭരണത്തിൽ ഈ ആലയം പണിയാനുള്ള എല്ലാ അനുമതികളും, മറ്റേത് ക്രിസ്തുവല്ലേ പണിത്, അത് അവൻ തന്നെ പൊളിച്ചു കളയും. നോക്കണം, പോഷത്തെയായോളോ തൻ്റെ കൈകൊണ്ട് പണിയുന്നെല്ലാം പൊളിക്കും. നമ്മുടെ വീട് പണിയുമ്പോഴും ദൈവജ്ഞാനമില്ലാതെ സ്ത്രീകൾ വീട് പണിയാൻ പോയാൽ നിൻ്റെ വീട് നീ തന്നെ പൊളിച്ചു കളയും. വിശ്വാസ വീട്ടിലും ദൈവജ്ഞാനമില്ലാതെ നീ പണിയാൻ പോയാൽ അവസാനം നീ തന്നെ ഉടച്ചിട്ട് പോകേണ്ടി വരും. ആ അന്തിക്രിസ്തു പറയും ഞാനാണ് ഇതെല്ലാം ചെയ്തത്, അല്ല എൻ്റെത് കൊണ്ട് വേണ്ട. കൊടുത്തത് തിരിച്ചു വാങ്ങിക്കുന്നതിൻ്റെ കാരണം അതാണ്, തിരിച്ചെടുക്കുന്നതിൻ്റെ കാരണം അതാണ്, അതെൻ്റേതാണ്. ഇത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അവരാരും ശരിയാകത്തില്ല. അതുകൊണ്ട് അതെല്ലാം മാറ്റിയതിന് ശേഷം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നന്നായി തീരുക. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതം കണ്ട് ഈ അവസാന കാലത്തെങ്കിലും അങ്ങനെ തീരുമാനം എടുക്കരുത്. ഏതായാലും എൻ്റെ ജീവിതം പാഴ, കർത്താവെ ശേഷിക്കുന്ന സമയം ഒരു മര്യാദ നല്ലൊരു ജീവിതം ചെയ്ത് 10 പേരെയെങ്കിലും ദൈവരാജ്യത്തിലാക്കിയിട്ട് വേണം എനിക്ക് ഈ ലോകത്തെ വിട്ട് പിരിയാമെന്ന് തീരുമാനിക്കണം. അങ്ങനെ യഹൂദൻ്റെ വസ്ത്രാഗ്രഹം പിടിച്ച് കൂടാരപ്പെരുന്നില്ല. അന്ന് ദേശമെല്ലാം സ്വസ്ഥമാകും. അന്ന് എന്ത് ചെയ്യും? യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ മിസ്രയീം ദേശത്ത് നിന്ന് ഈജിപ്തിലേക്കൊരു വലിയ ഹൈവേ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വലിയൊരു ഹൈവേ അവിടെ സ്ഥാപിക്കപ്പെടും. ഈ അസ്വസ്ഥകളെല്ലാം മാറും. മനസ്സിലായോ? വായിച്ച വാക്യം 11 യെശയ്യാ 11:16, 19, 23 വായിക്കും.
യെശയ്യാ 11:16, യെശയ്യാ 19:23. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിനുണ്ടായിരുന്നത് പോലെ അശ്ശൂരിൽ നിന്നും അവന്റെ ജനത്തിന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. പെരുവഴി ഉണ്ടാകും. അന്നാളിൽ മിസ്രൈമിൽ നിന്നും അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അപ്പം ഇന്നുണ്ടോ? ഇന്ന് പോകാനൊക്കെ ഗാസ പ്രതിസന്ധിയായി നിൽക്കുകയല്ലേ. ഈ ഗാസ എന്തിനാ ഈ രാജ്യം സൗദി അറേബ്യ എല്ലാം ഉൾപ്പെടെ സമ്മതിക്കുന്നതിന് കാരണം എന്താ? പിശാച് സമ്മതിക്കത്തില്ല ഗാസയിൽ ഇങ്ങനെ അവൻ്റെ ശക്തിയെ. പക്ഷേ ഇത് ഹൈവേ ആയിട്ട് മാറണം. ഗാസയിൽ കൂടെ വേണം. ഈജിപ്തിൽ നിന്ന് അടുത്ത് ഗാസ, അങ്ങനെ ഗോലാൻ വീതി വഴി സിറിയയിലേക്ക് പോകണം. അപ്പോൾ സിറിയയിൽ നിന്ന് ദമാസ്കസിൽ നിന്ന് ഈ യോർദാൻ കടന്ന് ഈ പറഞ്ഞ പോലെ ഗാസ വഴി മിസ്രൈമിലേക്കുള്ള ഹൈവേ, ഇവിടെ 6 വരി പാതയില്ലേ, അത് 12 വരി ആയിരിക്കും. കാരണം 1000 വർഷ ഭരണത്തിൽ ഇതെല്ലാം വരണ്ടേ. ഈ ജനങ്ങൾക്കെല്ലാം യാത്ര ചെയ്യാനൊന്നും പ്ലെയിനൊന്നുമില്ല. പ്ലെയിനെല്ലാം പോയി. കാളവണ്ടിയും ഇന്നിപ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്തിൽ ഈ ഹൈവേ ഉപയോഗിക്കുന്നെങ്കിലും അത് മാറി കാളവണ്ടിയും കുതിരവണ്ടിയും പിന്നെ പശുവും ഒക്കെയാണ്. അന്ന് പാലും തേനുമാണ് പ്രധാന ആഹാരം. അതൊക്കെ പിന്നീട് ചിന്തിക്കാം. വായിക്കാം. 19:23 വായിച്ച്. യെശയ്യാ 19:23. അന്നാളിൽ മിസ്രൈമിൽ നിന്നും അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. മിസ്രൈമിൽ നിന്ന് അശൂർ, അതായത് ഈജിപ്തിൽ നിന്ന് സിറിയയിലേക്ക് ഒരു വലിയ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ അവർ ഒരു ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ കണ്ടില്ലേ, ഗാസ ഇടിച്ചപ്പോൾ തന്നെ അവർ വഴി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? ഗാസ ഇടിച്ച് നിരപ്പാക്കിയപ്പോൾ തന്നെ ബുൾഡോസർ ടാങ്ക് വെച്ച് വീതിയുള്ള ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്ലാൻ ഇട്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെല്ലാം അതിനകത്ത് പ്ലാനുണ്ട്. അതങ്ങനെ തന്നെ നടക്കും. അതിനാണ് ഗാസയിൽ അറ്റാക്ക് ചെയ്തതിന് മറ്റൊരു കാര്യം. വായിക്കാം. അശൂർ മിസ്രൈമിലേക്കും മിസ്രൈമിൽ അശൂരിലേക്കും ചെല്ലും. ഒരു ശത്രുതയെല്ലാം നീങ്ങി. അശൂർ അതായത് സിറിയ ഈജിപ്തിലേക്കും, ഈജിപ്റ്റ് എവിടെ? ഇസ്രായേൽ വഴിയാണ്. കാരണം ഇവരെല്ലാം പള്ളി വരും. ഇവരെല്ലാം പള്ളി വന്ന് യഹോവയെ ആരാധിക്കും. 24 വാക്യം വായിച്ച്. 24. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ ഇതെല്ലാം മാറും കേട്ടോ. ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായിരിക്കും. മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമനായി വാഴും. മിസ്രൈമിനോടും ഈജിപ്തിനോടും സിറിയയോടും കൂടെ മൂന്നാമനായി ഭൂമിക്ക് അനുഗ്രഹമായി തീരും. അന്ന് മിസ്രൈമില് ഈ വിഗ്രഹാരാധനെല്ലാം മാറി യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. വായിച്ച്. മിസ്രൈം യാഗപീഠം പണിയുന്നവിടെ 23 അല്ല 18 19 വായിച്ച്. 19:18-19. അന്നാളിൽ മിസ്രൈം ദേശത്ത് 5 പട്ടണങ്ങൾ കാനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളെ യഹോവയോട് സത്യം ചെയ്യും. എബ്രായ ഭാഷ കേട്ടോ. കാനാൻ ഭാഷ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷ സംസാരിച്ച് യഹോവയോട് സത്യം ചെയ്യും. പിന്നെ ഒന്നിന് സൂര്യനഗരം ഈർ ഹദേസസ് എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രൈം ദേശത്തിന്റെ നടുവിൽ മിസ്രൈം ദേശത്തിന്റെ നടുവിൽ ഈജിപ്തിന്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠം, അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂണും ഉണ്ടായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ സാമ്രാജ്യങ്ങളും മാറി, മതങ്ങളും മാറി. ഇസ്ലാമിലെ പരമാർത്ഥികളും 1000 വർഷത്തിൽ കാണും, മറ്റ് അക്രൈസ്തവർ കാണും, യഹൂദരിൽ കാണും, ക്രിസ്ത്യാനികളിൽ രക്തസാക്ഷി, അവരെല്ലാം ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണം ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അന്ന് ഇസ്രായേൽ മൂന്നാമനായിട്ട് അവിടെ വാഴും. ആ വാഴ്ചയെക്കുറിച്ച് പല സ്ഥലത്തുണ്ട് കേട്ടോ. ലെബനോനെ കുറിച്ചുണ്ട്. ലെബനോൻ ഉദ്യാനമായിട്ട് മാറും. യെശയ്യാ 29:17 വാക്യം വായിച്ച്. യെശയ്യാ 29:17, 51:3. ഇനി അല്പകാലം കൊണ്ട് ലെബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും. 51:3 വായിച്ച്. ഏദൻ പോലെ. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുകയും അവൻ അതിന്റെ സകല ശൂന്യങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കും. അതിലെ മരുഭൂമിയെ ഏദനെ പോലെ, മരുഭൂമി പോലും ഏദൻ പോലെ ആയിത്തീരാൻ പോവുകയാണ്. 44:18 വായിച്ച്. 44:18, 43:19 വായിച്ച്. 44:18. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെ, ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെ അവൻ അടച്ചിരിക്കുന്നു. ഒരുത്തന് ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിക്കും. കനലിൽ അപ്പം ചുടും, ഇറച്ചിയും ചുട്ടു തിന്നും. ശേഷി 44 എത്രാം വാക്യം? 18 18. 44:18 വായിച്ചേ. 43:19 വായിച്ചേ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് സക്കറിയ 14-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വായിക്കുമ്പോൾ യെരുശലേമിൽ നിന്നൊരു വലിയ നദി പുറപ്പെടും. ആ കാലത്ത് ഇന്ന് യെരുശലേമിൽ നദിയില്ല. 1000 വർഷ ഭരണത്തിൽ യെരുശലേമിൽ നിന്ന് വലിയൊരു നദി ഉണ്ടായിട്ട് കിഴക്കേ കടലും പടിഞ്ഞാറേ കടലിലേക്കും അത് രണ്ടായി തിരിയും. ഒന്ന് വായിച്ച്.
അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെടും. പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കിഴക്കേ കടലിലേക്കും കടൽ ഏതാ? കിഴക്കേ കടല് ഡെഡ് സീ, ചാവുകടൽ. ഇന്ന് അവിടെ ഒന്നും സാധിക്കുന്നില്ല. പക്ഷേ ഈ വെള്ളം ചെന്ന് പഥ്യമായി തീരും. അവിടെ മത്സ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകും എന്നൊക്കെ വായിക്കുന്നില്ലേ? അപ്പം ചാവുകടൽ പഥ്യമായി തീരും ഈ ജീവനുള്ള വെള്ളം ചെന്നിട്ട്. മറ്റേ വെള്ളം എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യങ്ങളുണ്ടാകും. ചാവുകടലിൽ മത്സ്യം ഉണ്ടാകാൻ പോകും 1000 വർഷത്തിൽ. ഈ നദി ചെന്ന് ചേരുന്നത് മതി. അടുത്ത് എന്ത് ചെയ്യുന്നു? മറ്റത് പേർഷ്യ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീഴും. പേർഷ്യൻ ഗൾഫ് വഴി മെഡിറ്ററേനിയൻ കടലിൽ വീഴും. ആ വെള്ളം പഥ്യമാകും. അങ്ങനെ ഉപ്പുവെള്ളമെല്ലാം മാറി നല്ല വെള്ളമായി തീരാൻ പോവുകയാണ്. ഈ 1000 വർഷത്തിൽ വേണ്ടായോ? അത് കാണണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം. ദൈവത്തെ സ്നേഹിച്ച് കുടുംബമേ വീടേ കുഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെറുതെ ജീവിതം കളയാതെ ശേഷിക്കുന്ന സമയം ഓരോരുത്തരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയുടെ 10 ആത്മാക്കൾ നേടുന്നവരായിരിക്കണം. ഉള്ള സമയം ട്രാക്റ്റ് കൊടുക്കണം, പുസ്തകം കൊടുക്കണം, സുവിശേഷം പറയണം, പ്രാർത്ഥിക്കണം. ജോലിയൊക്കെ നടന്നോട്ടെ. ഇപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യുന്നില്ലേ? അപ്പോൾ തന്നെ ഇവിടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിലും നിർമ്മലതയിലും കാത്തിരുന്നുകൊണ്ട് വേഗം വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ നാം കാത്തി. യെശയ്യാ 62:7 വായിച്ച്. യെശയ്യാ 62:7. 65:17 വായിക്കാം. 62:7. അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ ഭൂമിയിൽ ഇസ്രായേലിനെ യെരുശലേമിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. അടുത്തത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. 66:17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേത് ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ. അതുതന്നെയാണ് യെശയ്യാ 11:9 വാക്യം വായിച്ച്. യെശയ്യാ 11:9. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമാകിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇതാണ് വരാൻ പോകുന്ന ലോകത്ത്. ഇത് ഈ യുദ്ധങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശങ്ങൾ. ഈ എക്സ്പ്രസ് ഹൈവേ എല്ലാം ഉണ്ടാക്കുന്നത് യെരുശലേമിലെ കർത്താവ് രാജാവായി വാഴും. കൂടെ ആര് കാണും? നിങ്ങളും ഞാനും കാണും. ഉറപ്പിച്ചു? അതിനുവേണ്ടി പരിശ്രമിച്ചു? ആ കയ്പുള്ള വേരെടുത്ത് കളയുക. അതിനുശേഷം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ സ്നേഹത്തിൻ്റെ നഗരമായ ഇമ്മാനുവേലിൻ ദേശമായി നമ്മൾ മാറട്ടെ. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ. ലോകത്തെ വിശുദ്ധന്മാർ വാഴാൻ പോകുന്ന കാലം വരാൻ പോവുകയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം കിടത്തും. ലോകരാജ്യത്തും ക്രിസ്തുവിനും അവൻ്റെ സഭയ്ക്കും ആയിത്തീരാൻ പോകുന്ന കാലം. അവസാനത്തിൽ 1000 വർഷ ഭരണം ഇങ്ങനെ പോവുകയാണ്. 1000 വർഷ ഭരണത്തിൽ നാം കാണപ്പെടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടാം. വിശുദ്ധന്മാർ ലോകത്തിൽ ഭരിക്കും. വീണ്ടും ആ പാട്ട് പാടാം. വിശുദ്ധന്മാർ ലോകത്തെ ഭരിച്ചിടുമേ, വിശുദ്ധനാം രാജാധിരാജാവുമേ. വിശുദ്ധന്മാർ ലോകത്തെ ഭരിച്ചിടുമേ, വിശുദ്ധനാം രാജാധിരാജൻ കൂടെ. നിത്യപിതാവിൻ സന്നിധിയിൽ വിശുദ്ധന്മാർ ലോകത്തെ ഭരിച്ചിടുമേ, വിശുദ്ധനാം